ഈ പാട്ടെഴുതിയ ഒരു 50% ONVയുടെ പാട്ട് കോപ്പി അടിച്ചതിൽ വെച്ചിരിക്കുകയാണ്. കേട്ടിട്ടുണ്ടോ? ജെയ്സ് കേട്ടിട്ടുണ്ടല്ലേ? ആ, സ്വസ്തിധേ സൂര്യ ഹേ സ്വസ്തിധേ സൂര്യ, മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, പറ്റാത്ത നിറവാർന്ന നിന്തപ്തവിത്തമം അക്ഷയ പാത്രത്തിൽ നിന്നിറുന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ ഭൂമിയിൽ ഈ കൊച്ചുവട്ടത്തിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിൻ്റെ കൈകളെടുത്തവയെ അമ്പടായ്ത്തലോടി. ഇങ്ങനത് പോവാണ്. അതിനകത്ത് പറയാൻ കാരണം പാട്ടിൻ്റെ മാത്രമല്ല, ഒരു പ്രശ്നമുണ്ട്. പാസ്റ്ററും വിത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു. പാട്ട് എഴുതുന്ന കക്ഷികൾ സ്വന്തം റിസ്കിൽ എഴുതിക്കോണം പാട്ട്. ONV കുറിപ്പിന് അദ്ദേഹത്തിൻ്റെ വഴിയിൽ വിട്ടേക്കണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈനുണ്ട്. സൂര്യൻ്റെ നെഞ്ചിൽ കൃത്യ ഉള്ളിൽ കോറ് എന്ന് പറയുന്ന ഭാഗമില്ല, എൻ്റെ ആ കാമ്പ്, അതിനകത്ത് ഭയങ്കര ഇരുട്ടാണ്, കുറ്റിരുട്ട്, ഒരു ടണൽ പോലെയാണ്. ടണൽ എന്നൊക്കെ കേട്ടാൽ ശ്വാസം മുട്ടാൻ വരട്ടെ. ഒരു 30,000 ഭൂമിയെ വിഴുങ്ങാൻ ശേഷിയുണ്ടാക്കും കുഴലിന്. ചുറ്റും വെളിച്ചമാണ്. മറ്റൊന്നുകൂടി, ഓരോ നാൾ കഴിയും തോറും ഇരുട്ട് കൂടി 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 വന്നുകൊണ്ടിരിക്കുക. ഇരുട്ട് വെളിച്ചത്തെ വിഴുങ്ങാണ്. ബൈബിൾ പറയാ, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി തീരും. ONV ഈ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഇരുട്ടെന്താണെന്ന് അന്വേഷിച്ചു. ഇതെങ്ങനെ ഉണ്ടായതാണ്? സൂര്യൻ്റെ ഉള്ളിലൊരു ദ്വാരം, ഒരു ഇരുട്ട്. അദ്ദേഹം ഉത്തരം കണ്ടെത്തിയത് ബൈബിളിൽ നിന്നാണ്. എന്താണെന്നറിയണ്ടേ? ഈ കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ അത് ആദ്യം കണ്ടത് സൂര്യനാണ്. സൂര്യൻ രക്തം കണ്ട്, മരണം കണ്ട് ഭയന്നപ്പോൾ നെഞ്ചിൽ ഒരു കിടിലമുണ്ടായി. ഒറ്റവാക്കി പറഞ്ഞ അറ്റാക്ക് വന്നാണെന്ന്. അന്നുണ്ടായതായി വിള്ളലെന്ന് അനുകൃത്തോട്ടമല്ല ONV പറയുന്നു. കവികൾക്ക് അങ്ങനെ പറയാമല്ലോ, പറ്റില്ലേ? പറ്റിയാലും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കവികൾ അങ്ങനെ പറയൂ. കന്നിവയലിൽ എൻ്റെ അനുജനായ ഹാബേലിനെ കൊല്ലുമ്പോൾ ആ രക്തം കണ്ട് കിടുങ്ങിയ നിനക്ക് നിൻ്റെ ഉള്ളിലൊരു വിള്ളലുണ്ടെങ്കിലും നീ ഇന്ന് മരിക്കുന്ന ഇത് അന്യർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സൂര്യനെ വർഷിപ്പ് ചെയ്യുകയാണ്. അത് ആരാധനയല്ല. നമ്മൾ ഈ ഫാൻ എന്നൊക്കെ പറയുന്നല്ല, മലയാളത്തിൽ അതിന് വേറെ അർത്ഥമില്ല. ഇപ്പം നമ്മുടെ പ്രസാദ് വാസ് പറയുകയാണ്, അത് യേശുദാസിൻ്റെ ഫാനാന്ന് പറഞ്ഞാൽ അതിൽ വിഷമിക്കാനൊന്നുമില്ല. പാട്ടുകാരങ്ങനെയൊക്കെയാണ് അല്ലേ? ആരാധന എന്നല്ല എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ കന്നിവയൽ ഉഴുത് തിനവിതച്ച മണ്ണിൽ ഒന്നിനു 10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊന്നനുജനെ കേവലം കുഞ്ഞാടിനെപ്പോലെ കുരുതി ചെയ്തു. കന്നിവയൽ ഉഴുതു ഞാൻ ആദ്യം വിതച്ച തിന ഒന്നിനു 10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊന്നനുജനെ കേവലം കുഞ്ഞാടിനെപ്പോലെ കുരുതു ചെയ്ത നീണം കണ്ടു വിതയറ്റവേ ഹേ സകല സാക്ഷി. നെഞ്ചറ്റ കിടിലമൊരു വിള്ളലായതു നിന്നിൽ ഇന്നുമുണ്ടെങ്കിലും നീ ഇന്നു മെരിയുന്നിതന്യർക്കു വേണ്ടി. നമുക്ക് വേണ്ടി എരിയുന്ന സൂര്യനെ നമിക്കുന്ന ഒരു സംസ്കാരം പൗരാണിക ഇന്ത്യയിലുണ്ടായിരുന്നു. അതുപോലെ ബാബിലോണിൽ സൂര്യ നമസ്കാരം ഉണ്ടായിരുന്നു. നിങ്ങളും ഞാനും ഒക്കെ കണ്ടു പരിചയിച്ച ആ യേശുവിൻ്റെ ചിത്രം അങ്ങേയറ്റം തെറ്റാന്ന് പറയാൻ കാരണം ഒത്തിരി ഉണ്ട്. അതിലൊന്ന് പറയാം. കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ച ഡാവിഞ്ചി ആകട്ടെ, മൈക്കൽ ആഞ്ചലോ ആകട്ടെ, പിക്കാസോ ആകട്ടെ, ഇവരെല്ലാം വരച്ചത് ഒരു ദയനീയ ഭാവമുള്ള യേശുവിനെയാണ്. ക്രൂശിൽ ദയനീയ ഭാവത്തിൽ കിടക്കുന്ന ക്രിസ്തുവിനെ. പക്ഷെ ബൈബിളിലെ ക്രിസ്തു അങ്ങനെയല്ല. അതിന് തെളിവ് പറയാം.
നമ്മളിങ്ങോട്ട് ഈ ഹൈ റേഞ്ചിൻ്റെ എഡ്ജിലും ഒക്കെ പാർക്കുന്ന ആൾക്ക് ഈ ചായയുടെ ക്വാളിറ്റി അറിയാം. അതുകൊണ്ട് മുണ്ടക്കയത്തുള്ളവൻ കഴിവതും ട്രെയിനിൽ കയറിയാൽ ചായ കുടിക്കുകയില്ല. ട്രെയിൻ ചായ വേറെ ഐറ്റമാണ്. കാപ്പി കൊണ്ടിരണം തരാൻ പറയും. കാരണം ചായ എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയല്ലേ? ചായ ആസ്വദിച്ച് കുടിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ചായ കൊള്ളാം. അങ്ങനല്ലേ? യേശു മരണം ആസ്വദിച്ചതിൻ്റെ മുഖമാണോ ഈ വരച്ചു വച്ചിരിക്കുന്നത്? അല്ല, മരണം ആസ്വദിച്ചു. വിചാരണ വേളയിലാണ് യേശുവിൻ്റെ കരുത്ത് കാണുന്നത്. കോടതി മുറിക്കുള്ളിൽ നിൽക്കുന്ന ക്രിസ്തു. പീലാത്തോസിൻ്റെ വിചാരണ, സന്നിധിയും കോടതിയുടെ വിചാരണ, പീലാത്തോസിൻ്റെ വിചാരണ, ഹെരോദാവിൻ്റെ വിചാരണ, വീണ്ടും തിരികെ പീലാത്തോസിൻ്റെ അരികിൽ. പീലാത്തോസ് ഒരു മദ്യപാനിയായിരുന്ന ചരിത്രം. അദ്ദേഹം യഹൂദനല്ല, റോമക്കാരനാണ്. ഒരു രാജാവ് ഉള്ളപ്പോൾ തന്നെ ഭരണകൂടം ഒരു ഗവർണറെ ആക്കി വെക്കുന്ന പതിവ് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. ആ ഗവർണർ മദ്യപിക്കും, വേറെ ഗവർണർമാർ ഹാൻസ് വെക്കും. അത്രയും വ്യത്യാസമുള്ളൂ. പിടിയോ? ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. അന്നൊന്നും പണി ഏതാണ്ട് ഒരുപോലൊക്കെ ഉള്ള. അപ്പോൾ ഈ ഗവർണർ മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുമ്പം അങ്ങേരുടെ മുമ്പിൽ യേശു എത്തി, നമ്മുടെ കർത്താവ്. പുള്ളി ഇങ്ങനെ ആകെപ്പാടെ ഒന്നാമത് ഈ ടെൻഷനൊക്കെ കയറി നിൽക്കുകയാണ്. അധികാരം പോകില്ല, അതിനാണ് യേശുവിനെ വിചാരണ ചെയ്യുന്നത്. ഈ വിചാരണ വേളയിലെ യേശുവിൻ്റെ വാക്കുകളുടെ ശക്തി എത്ര വലുതാണെന്ന് ഞാൻ അമ്പരന്ന് പോകാറുണ്ട്. യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ ചോദിക്കുന്ന ഒരു കരുത്തുറ്റ ചോദ്യം, നീ വന്ധ്യനായവൻ്റെ പുത്രനോ? ഇനിയും ഒരു ചോദ്യം, നീ രാജാവ് തന്നെയോ? ഇപ്പോൾ ദൈവപുത്രനോ എന്ന് ചോദിച്ചാൽ വലിയ കുറ്റമൊന്നുമില്ല. അത് യഹൂദന്മാരുടെ ആഭ്യന്തര വിഷയമാണ്. പുത്രനായാൽ ഇഷ്ടമുള്ളവർ അംഗീകരിക്കല്ല, അതൊരു പോകും. ഇതിനെ പറഞ്ഞാൽ കോടതി വിധി അങ്ങനെ അങ്ങ് തീർക്കാം. പക്ഷെ ചോദ്യം അവിടെയല്ല. നീ ജൂതന്മാരുടെ രാജാവെന്ന് പറഞ്ഞു, ഇതാ ചോദ്യം. ആണെന്ന് പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. കാരണം അത് വിഘടനവാദമാണ്. വേറൊരു രാജ്യമുണ്ടാക്കാനുള്ള ശ്രമമാണ്. വലിയ ശിക്ഷ വരും. അത് സാമൂഹ്യമായി വലിയ തിന്മയാണ്. രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റമാണ്. ഈ കുറ്റം വിചാരണ ചെയ്യാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ട എങ്ങനെ? കർത്താവ് റോമക്കാരെ അട്ടിമറിച്ച് അവിടെ പിടിക്കാൻ ശ്രമിച്ച ആളാണോ? അല്ല. അങ്ങനെ പോയിട്ടൊരു സെൻറ്റർ അട്ടിമറിച്ച് പിടിക്കാൻ പോലും ഒരു ശ്രമവും നടത്താത്ത ആളിനെയാണ് റോമൻ ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന വിചാരണ നടത്തി കൊണ്ട് പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. അവിടെ പറഞ്ഞാൽ മതി. പീലാത്തോസിൻ്റെ ചോദ്യം, നീ രാജാവ് തന്നെയോ? മറുപടി ഞാൻ പറയണം, അച്ഛാ ഞാൻ രാജാവൊന്നും അല്ല. പിന്നെ ഒരു പ്രസംഗത്തിലൊരാവേശം വന്നപ്പോൾ ഞാൻ രാജാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൂലഭാഷയെ രാജാവിന് എത്രയോ അർത്ഥമുണ്ട് അച്ഛാ. വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ രാജാവാന്നൊക്കെ തോന്നാറുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുപോയി. അച്ഛൻ തന്നെയാണ് രാജാവ്. ആ രാജകല കണ്ടില്ലേ, എന്തൊരു സുന്ദരമാണ് മുഖം. ഇത്രയും പറയുമ്പോഴേ പീലാത്തോസ് പറയും, ആ പൊക്കോളാൻ, കേസ് ഒന്നിന് ഫൈനും അടിക്കും. കാരണം എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് ഞാൻ 100 വട്ടം പ്രസംഗിച്ചിട്ടുണ്ട്, തെളിവിന് ആളുണ്ടേ. പക്ഷെ യേശു എന്ന വ്യക്തിത്വത്തിന് വാക്ക് പിൻവലിച്ചുകൂടാ. പറഞ്ഞാൽ പറഞ്ഞതാണ്. വിചാരണ കോടതിക്കുള്ളിൽ നിന്നുകൊണ്ട് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം, ഓ യേശുസ് നാസറിൻ, നസ്രായനായ യേശുവേ, ഓ ഹൈ മീ ബെസേലിയൂസ് യേശുസ്, നീ ബെസേലിയൂസ് ആണോ? നീ രാജാവാണോ? എന്തു പറയണം മറുപടി? ഏയ് അല്ല പീലാത്തോസേ. അവിടെ നിന്ന് യേശു പറഞ്ഞു, ഏയ് മീ പീലാത്തോസ്, ഞാനാകുന്നു. കോടതി മുറിക്കുള്ളിലെ ആ ചങ്കുറപ്പിൻ്റെ പേരാ ക്രിസ്തു, ആ കരുത്തിൻ്റെ പേരാ ക്രിസ്തു, ആ ധൈര്യത്തിൻ്റെ പേരാ ക്രിസ്തു. അടുത്ത നിമിഷം ക്രൂശ് ചുമക്കുമെന്ന് ഉത്തരവിടാൻ പോകുന്നവൻ്റെ വാക്കുകളെ ഭയമില്ലാതെ നെഞ്ചും നെറ്റിയും കാട്ടിക്കൊണ്ട് നിവരെ നിന്നവൻ്റെ ശക്തിയാ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നെങ്കിൽ
ആ ഒരു ശക്തി ശരീരത്തിൽ വ്യാപരിച്ചാൽ രോഗം മാറും, ക്ഷീണം മാറും, പ്രതിസന്ധി മാറും. അതിജീവനത്തിന്റെ പുത്തൻ ബലത്തോടെ നാമും കൂടുതൽ കരുത്തരാകും. അതിന് പ്രായം തടസ്സമല്ല, ക്ഷീണം തടസ്സമല്ല, ഞെരുക്കം തടസ്സമല്ല, ഇല്ലായ്മകൾ തടസ്സമല്ല. എൻ്റെ ക്രിസ്തു എന്നിൽ വാഴുന്നു, അവരെന്നിൽ ജീവിക്കുന്നു, അവിടുത്തെ ചൈതന്യം എന്നിൽ ആവസിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിജീവിക്കും. യെരൂശലേം എന്ന ഒരു പദം കേട്ടിട്ടില്ലാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. 5 മലകൾ മുട്ടിയൊരുമിക്കിടക്കുന്ന ഒരു പട്ടണം. ഇന്ന് നിങ്ങൾക്ക് 4 മലകളെ അവിടെ കാണാനാവും. കാരണം ഒരു മല ഈ 4 മലകൾക്കകത്തായിപ്പോയി. മലകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ധാരണയൊന്നും വേണ്ട. മൊട്ടക്കുന്നുകളാണ്, ചെറിയ മലകൾ. ഇവയുടെ ആകത്തുകയിൽ ആ 4 മലകളുടെ പേരും ഞാൻ പറയാം. ഒന്ന് യബൂസ്യനായ ഓർന്നാൻ്റെ കളം. 2 അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയാമല. അടുത്തത് ഉത്തരഗിരിയായ സിയോൻ. അടുത്തത് നമുക്കേവർക്കും പരിചിതമായ കാൽവറി എന്ന ഗോൽഗൊഥ. ഈ 4 മലകളും അകത്ത് കിടക്കുന്ന ഭൂപ്രദേശവും ചേർത്ത് പറയുന്ന പേരാണ് ഊർ ഷാലൂം. ഊർ എന്ന പദത്തിനർത്ഥം പട്ടണം. ഷാലൂം ആ പദത്തിനർത്ഥം സമാധാനം. ഈ നാടിൻ്റെ ചരിത്രം നമ്മൾ അറിയുന്നത് പണ്ടവിടെ ഭരിച്ച മൽക്കീസദേക്ക് എന്ന ഒരു ദൈവപുരുഷനിലൂടെയാണ്. മൽക്കീസദേക്ക് എന്ന നീതിയുടെ രാജാവ് ഷാലോം എന്ന ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഭരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന ഭൂപ്രദേശത്ത് നിന്ന് അവിടെ ഊര് എന്നറിയപ്പെടുന്ന സമ്പദ് സമൃദ്ധമായ ഒരു നാഗരികതയിൽ നിന്ന് 25 ഏക്കറോളം വിസ്തൃതി വരുന്നൊരു മഹാനഗരത്തിൽ നിന്ന് അബ്രഹാം എന്ന ദൈവപുരുഷൻ ദൈവശബ്ദം കേട്ട് പുറപ്പെട്ടു. ഈ 2 ചരിത്രപ്രസിദ്ധങ്ങളായ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് വാസ്തവത്തിൽ ബൈബിളിൻ്റെ ചരിത്രവും പുരോഗമിക്കുന്നത്. ഈ നാടുകളെപ്പറ്റി ഈ ഊർ പട്ടണം നിലനിൽക്കുന്ന ഭൂപ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ബാബേൽ. ബാബേൽ എന്ന വിസ്തൃതമായ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഊർ പട്ടണം ഒട്ടേറെ അന്ധവിശ്വാസ ജടിലമായ വിശ്വാസധാരകൾക്ക് പ്രസിദ്ധമായിരുന്നു. സൂര്യൻ, ചന്ദ്രൻ, ചരാചരങ്ങൾ ഇവയൊക്കെ ആരാധിച്ചു പോന്നിരുന്ന ആളുകളായിരുന്നു ഊർ നിവാസികൾ. അതിലൊരുപറ്റം ആളുകൾ സൂര്യനെ ഭയന്നു. ആ സൂര്യന് ഒരു പേരിട്ടതാണ് ബാൽ. ഈ ബാൽ എന്ന പദത്തിന് ഭർത്താവ് എന്നാണ് അർത്ഥം. ബൈബിൾ വായിക്കുന്നവർക്ക് അത് സുപരിചിതമാകാൻ ഒരു തെളിവ് തരാം. ഹോശേയ പ്രവചനത്തിൽ പറയുകയാണ്, അന്നാളിൽ നിങ്ങൾ എന്നെ ബാലി എന്നാകും വിളിക്കുക. ബാൽ ഭർത്താവ്, ബാലി മൈ ഹസ്ബൻഡ് എന്നർത്ഥം. ഏലി ദൈവമേ, ഏൽ ദൈവം, ഏലി മൈ ഗോഡ്. ഇപ്പം ഈ കാരശബ്ദത്തിൽ പര്യവസാനിക്കുന്ന ശബ്ദങ്ങൾ എൻ്റെ എന്ന് കൂടി ചേർത്ത് പറയണം. ബിനുബാബു പാസ്റ്ററാണോ? ആ, സ്വതന്ത്രം അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പ്രതിയോഗി അതുകൊണ്ട് പറഞ്ഞു അല്ലല്ലോ. അടുത്ത ദിവസം ഒന്നിച്ചുണ്ടല്ലേ, അവിടെ കാണാം. സ്തോത്രം. അപ്പോൾ ബാലി മൈ ഹസ്ബൻഡ്. അപ്പോൾ ബാൽ എന്ന് പറയുന്ന ഒരു ദേവൻ, സൂര്യൻ, ആ സൂര്യനെ ആളുകൾ ആരാധിച്ചിരുന്നു. എന്നാൽ ചിലർ ഈ സൂര്യനെ ഭയപ്പെട്ടിട്ട് ചന്ദ്രനെ ആരാധിച്ചിരുന്നു. ചന്ദ്രനെ വിളിച്ച പേര്
വാത് എന്നായിരുന്നു. നമ്മൾ ഈ വാത് കെട്ടി പോരാടുക എന്നൊക്കെ പറഞ്ഞ ഇതല്ല, അത് വേറെ. അത് എനിക്ക് ഈ അടുത്ത കാലത്ത് മനസ്സിൽ എന്തുവാണ് ഇത് പറഞ്ഞ ഒരാളോട് ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് പറഞ്ഞതാണ് ഈ വാത് കെട്ടി പോരാടി എന്ന് പറഞ്ഞാൽ എന്താണ്. അത് എല്ലാവരും പറയുന്നതായിട്ട് ഞാനും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ നമ്മളെ സ്ഥലമാറ്റിക്കളെ, അതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ട് ഈ ദയയുടെ ദയാണ് വാത്. വാത് എന്ന ചന്ദ്രദേവൻ, അദ്ദേഹത്തെ ഹുബാൽ എന്ന് ചിലർ വിളിച്ചിരുന്നു. പകൽ അറബികൾക്ക് ഭീകരതയുടേതാണ്, കനത്ത ചൂടിൻ്റെതാണ്. ഉഷ്ണപ്രവാഹങ്ങൾ കൊണ്ട് ഭീതിപ്പെടുന്ന അവർക്ക് രാത്രി ഭയാനകമായ അവസ്ഥ വിട്ടൊന്ന് ശാന്തമാകുന്ന കുളിർമയുടേതാണ്. അതുകൊണ്ട് ചന്ദ്രനെ വർഷിപ്പിക്കായിരുന്നു അവർ. അപ്പം അത് കറങ്ങി തിരിഞ്ഞൊക്കെ നമ്മുടെ നാട്ടിലും ഇതിങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഹുബാലിനെ പേരൊക്കെ മാറ്റി വിളിക്കുന്നുണ്ട്. എല്ലാ രാജ്യക്കാരും ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. ഈ സൂര്യ ആരാധനയാണ് വാസ്തവത്തിൽ ബാലിൻ്റെത്. നമ്മുടെ വക്കം രാജേഷ് പാസ്റ്റർ പിണങ്ങരുത്, ഞാൻ വരുമ്പോൾ ഒരു നല്ല പാട്ട് കിട്ടും. നല്ല പാട്ടാണ്, സ്വസ്തി എന്ന് പറയുന്നത് തുടങ്ങുന്നത്. നല്ല പാട്ടാണ്, അങ്ങനെ കുഴപ്പമില്ല. ഈ പാട്ടെഴുതിയ ഒരു 50% ONVയുടെ പാട്ട് കോപ്പി അടിച്ചതിൽ വെച്ചിരിക്കുകയാണ്. കേട്ടിട്ടുണ്ടോ? ജെയ്സ് കെക്കെ കേട്ടിട്ടുണ്ടല്ലേ? ആ, സ്വസ്തിധേ സൂര്യ, ഹേ സ്വസ്തിധേ സൂര്യ, മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, പറ്റാത്ത നിറവാർന്ന നിന്തപ്തവിത്തമം അക്ഷയ പാത്രത്തിൽ നിന്നിറുന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ ഭൂമിയിൽ ഈ കൊച്ചുവട്ടത്തിൽ ജീവൻ്റെ ഉന്മത്ത നൃത്തം. വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിൻ്റെ കൈകളെടുത്തവയെ അമ്പടായ്ത്തലോടി. ഇങ്ങനത് പോവാണ്. അതിനകത്ത് പറയാൻ കാരണം പാട്ടിൻ്റെ മാത്രമല്ല, ഒരു പ്രശ്നമുണ്ട്. പാസ്റ്റും വിത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു. പാട്ട് എഴുതുന്ന കക്ഷികൾ സ്വന്തം റിസ്കിൽ എഴുതിക്കോണം പാട്ട്. ONV കുറിപ്പിന് അദ്ദേഹത്തിൻ്റെ വഴിയിൽ വിട്ടേക്കണം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈനുണ്ട്. സൂര്യൻ്റെ നെഞ്ചിൽ കൃത്യ ഉള്ളിൽ കോറ് എന്ന് പറയുന്ന ഭാഗമില്ല, എൻ്റെ ആ കാമ്പ്, അതിനകത്ത് ഭയങ്കര ഇരുട്ടാണ്, കുറ്റിരുട്ട്, ഒരു ടണൽ പോലെയാണ്. ടണൽ എന്നൊക്കെ കേട്ടാൽ ശ്വാസം മുട്ടാൻ വരട്ടെ. ഒരു 30,000 ഭൂമിയെ വിഴുങ്ങാൻ ശേഷിയുണ്ടാക്കും കുഴലിന്. ചുറ്റും വെളിച്ചമാണ്. മറ്റൊന്നുകൂടി, ഓരോ നാൾ കഴിയും തോറും ഇരുട്ട് കൂടി 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 വന്നുകൊണ്ടിരിക്കുക. ഇരുട്ട് വെളിച്ചത്തെ വിഴുങ്ങാണ്. ബൈബിൾ പറയാ, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി തീരും. ONV ഈ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഇരുട്ടെന്താണെന്ന് അന്വേഷിച്ചു. ഇതെങ്ങനെ ഉണ്ടായതാണ്? സൂര്യൻ്റെ ഉള്ളിലൊരു ദ്വാരം, ഒരു ഇരുട്ട്. അദ്ദേഹം ഉത്തരം കണ്ടെത്തിയത് ബൈബിളിൽ നിന്നാണ്. എന്താണെന്നറിയണ്ടേ? ഈ കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ അത് ആദ്യം കണ്ടത് സൂര്യനാണ്. സൂര്യൻ രക്തം കണ്ട്, മരണം കണ്ട് ഭയന്നപ്പോൾ നെഞ്ചിൽ ഒരു കിടിലമുണ്ടായി. ഒറ്റവാക്കി പറഞ്ഞ അറ്റാക്ക് വന്നാണെന്ന്. അന്നുണ്ടായതായി വിള്ളലെന്ന് അനുക്കൃത്തോട്ടമല്ല ONV പറയുന്നു. കവികൾക്ക് അങ്ങനെ പറയാമല്ലോ, പറ്റില്ലേ? പറ്റിയാലും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കവികൾ അങ്ങനെ പറയൂ. കന്നിവയലിൽ എൻ്റെ അനുജനായ ഹാബീലിനെ കൊല്ലുമ്പോൾ ആ രക്തം കണ്ട് കിടുങ്ങിയ നിനക്ക് നിൻ്റെ ഉള്ളിലൊരു വിള്ളലുണ്ടെങ്കിലും നീ ഇന്ന് മരിക്കുന്ന ഇത് അന്യർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സൂര്യനെ വർഷിപ്പ് ചെയ്യുകയാണ്. അത് ആരാധനയല്ല. നമ്മൾ ഈ ഫാൻ എന്നൊക്കെ പറയുന്നല്ല, മലയാളത്തിൽ അതിന് വേറെ അർത്ഥമില്ല. ഇപ്പം നമ്മുടെ പ്രസാദ് വാസു പറയാണ്, അത് യേശുദാസിൻ്റെ ഫാനാന്ന് പറഞ്ഞാൽ അതിൽ വിഷമിക്കാനൊന്നുമില്ല. പാട്ടുകാരങ്ങനെയൊക്കെയാണ് അല്ലേ? ആരാധന നല്ല എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ കന്നിവയൽ ഉഴുത് തിനവിതച്ച മണ്ണിൽ ഒന്നിനു 10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊന്നനുജനെ കേവലം കുഞ്ഞാടിനെപ്പോലെ കുരുതി ചെയ്തു.
കന്നിവയലുഴുതു ഞാൻ ആദ്യം വിതച്ച തിന ഒന്നിനു 10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊന്നനുജനെ കേവലം കുഞ്ഞാടിനെപ്പോലെ കുരുതു ചെയ്ത നീണം കണ്ടു വിതയറ്റവേ ഹേ സകല സാക്ഷി നിൻ നെഞ്ചറ്റ കിടിലമൊരു വിള്ളലായതു നിന്നിൽ ഇന്നുമുണ്ടെങ്കിലും നീ ഇന്നു മെരിയുന്നിതന്യർക്കു വേണ്ടി. നമുക്ക് വേണ്ടി എരിയുന്ന സൂര്യനെ നമിക്കുന്ന ഒരു സംസ്കാരം പൗരാണിക ഇന്ത്യയിലുണ്ടായിരുന്നു. അതുപോലെ ബാബിലോണിൽ സൂര്യ നമസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ ബൈബിൾ പറഞ്ഞു, ഇങ്ങനെ നമസ്കാരികളായ ആളുകളോടൊക്കെ പറഞ്ഞു, പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ. ഇതിൽ ബാബിലോൺ മൊത്തത്തിൽ സൂര്യന് സമർപ്പിച്ചതെങ്കിൽ അതിലെ ഊർപ്പട്ടണം നാനാർ എന്ന് വിളിക്കുന്ന ചന്ദ്രദേവതയ്ക്ക് സമർപ്പിച്ച പട്ടണമാണ്. അവിടെ 318 അഭ്യാസികളും ധാരാളം കൃഷിയിടങ്ങളും വസ്തുവകകളും ആടുമാടുകളും മൃഗസമ്പത്തുമൊക്കെ കൊണ്ടു കഴിഞ്ഞ ഈ അബ്രഹാം ഒരു ദിവസം ഒരു ശബ്ദം കേട്ടു. അബ്രഹാമേ എന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൻ്റെ ഉടമ ഒരു സ്ഥലം കാട്ടിക്കൊടുത്തു. കാണിപ്പാനിരിക്കുന്ന ദേശം ഒരു ദർശനം കൊടുത്തു. ഇതെല്ലാം ഉപേക്ഷിച്ച് അത്യാവശ്യം കയ്യിലെടുക്കാവുന്ന സാധനമൊക്കെ ആയിട്ട് ഊരിലെ കോടീശ്വരൻ സകലതും വിട്ടിറങ്ങി ഈ പോന്ന പോക്കിൽ അനവധി നദികൾ, പട്ടണങ്ങൾ, എതിരാളികൾ, വൈരികളെയൊക്കെ താണ്ടി വന്നണഞ്ഞ ഭൂമണ്ഡലത്തിൻ്റെ പേരാണ്, ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഊർഷാലോം. ഊർഷാലോമിലെത്തുമ്പോൾ അവിടെ ഭരിച്ചിരുന്ന മൽക്കീസദേക്ക് എന്ന ദൈവപുരുഷൻ അബ്രഹാമിനെ കൈക്കൊണ്ടു സൽക്കാരമൊക്കെ നടത്തി. അബ്രഹാം വെട്ടിപ്പിടിച്ച മണ്ണിൽ യുദ്ധമുതലുകളൊക്കെ മൽക്കീസദേക്കിന് പങ്കിട്ടു. അവിടെ നിന്നാണ് നമ്മളറിയുന്ന യെരുസലേമിൻ്റെ ചരിത്രം പിറവി കൊള്ളുന്നത്. ഈ പേരിൻ്റെ അർത്ഥം സമാധാനത്തിൻ്റെ പട്ടണം. സമാധാനത്തിൻ്റെ പട്ടണമെന്ന് പേരുണ്ടെങ്കിലും ഏതാണ്ട് 500-ൽ പരം ഏറ്റുമുട്ടലുകൾ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോര വീണ് എന്നും കലുഷിതമായ മണ്ണ്. ലോകപ്രസിദ്ധരായ സാമ്രാട്ടുകളൊക്കെ വാഹനമോടിച്ച് കുതിരകളെ പായിച്ച് അവരുടെ ആധിപത്യം ചെലുത്തിയ മണ്ണ്. നെബൂഖദ്നേസറും ശക്തനായ കോരശും അതിശക്തനായ മഹാനായ അലക്സാണ്ടറും റോമൻ ഭരണകൂടവും പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടവും തുർക്കി സാമ്രാജ്യവും ഉലകത്തിലറിയപ്പെടുന്ന പ്രധാനികളൊക്കെ ആധിപത്യം ചെലുത്തി കീഴടക്കിയ മണ്ണ്. അതിൻ്റെ പേരാണ് ഊർഷാലോം. സമാധാനത്തിൻ്റെ പട്ടണമെന്ന് പേരിട്ടിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം സങ്കീർത്തനക്കാരൻ പറയാണ്, യെരുസലേമിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. സമാധാനത്തിൻ്റെ പട്ടണത്തിലൊരു സമാധാനം വരാൻ. അന്ന് മുതലാണ് ഞാനൊരു കാര്യം പഠിച്ച്, ചില സഭകൾക്കൊക്കെ ശാലിം എന്ന് പേരുണ്ട്. അടി കാരണം ആ വഴി പോകണ്ട. ചില വീടിന് കാണും ശാലിം നിവാസ്, ആ വഴി പോകാനൊക്കത്തിലാർക്കും. ആ പേരങ്ങ് മാറ്റിക്കോണം, അതേ രക്ഷയുള്ളൂ. പേരൊക്കെ നല്ലതാണെങ്കിലും യെരുസലേമിലൊന്നും അടിയ. ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ട്. അതിൽ ഈ പറയപ്പെട്ട വിഷയത്തിലേക്ക് ഞാനൊന്ന് വരാം. ഈ ഭൂപ്രദേശത്തിൻ്റെ അതിര് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കണം. 5 മലകൾ മുട്ടിയുരുമിക്കിടക്കുന്ന ഭൂപ്രദേശം, അതും ഒരു മലയായി ഒന്നായി വന്ന് ഒരു താഴ്വരയിൽ തീരും. ഒരു മലയുടെ 5 പിരിവുകളെന്നോ അതിൻ്റെ ഉപഭാഗങ്ങളെന്നൊക്കെയോ പറയാം. ഈ 5 മലകളും ചെറുതാണ്, ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്നാണ് നമ്മുടെ ഗോൽഗൊഥ എന്ന കാൽവറി. ഈ കാൽവറി എന്ന ഗോൽഗൊഥയ്ക്ക് ഒരു 20 അടി പൊക്കത്തിൽ കൂടുതലില്ല. നമ്മുടെ ഈ സ്റ്റേജിനേക്കാൾ ഒരു 5 അടി പൊക്കം കൂടെയൊക്കെ കൂടുതൽ. ചെറിയൊരു കുന്നാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഗ്രഹിച്ച പോലെ വലിയൊരു മലയൊന്നുമല്ല.
മനസ്സിലായോ? ഇത് ഞാൻ സഹോദരന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സഹോദരിമാർക്കും ഉണർവ് പ്രസംഗർക്കും വേണ്ടി പറഞ്ഞാണ്. കാരണം അവർ ഈ കാൽവറി എന്നോ ഗോൽഗൊത എന്നോ മര്യാദയ്ക്ക് പറയാതെ കാൽവറി അതിനുള്ള വകുപ്പില്ല, ഇത്ര ഉള്ള സംഗതി. ചുമ്മാ ഈ വൈബ്രേഷൻ അത്ര ഇടരുത് ഒരു മയത്തിന്. മനസ്സിലായോ? 20 അടി പൊക്കമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പം ഈ കാൽവറിക്ക് തന്നെ നാണം വരില്ല. പക്ഷെ എന്നെപ്പറ്റിയാണോ ഈ പറയുന്ന ഓർത്ത് കാൽവറി വല്ല കടലിലും പോയി ചാടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് ഇത്രയും പൊക്കമുള്ള ചെറിയൊരു മല. അപ്പോൾ ഗോൽഗൊത എന്ന കാൽവറി, ഇതിലൊരു സന്തോഷം. ഈ കാൽവറിയിൽ നിന്ന് നിങ്ങളൊരു നോട്ടം നോക്കിയാൽ ചെന്ന് തട്ടുന്നത് മോറിയയില്ല. അവിടെ അബ്രഹാം തൻ്റെ ഏകജാതനെ യാഗം അർപ്പിച്ചു. അബ്രഹാമേ എന്ന വിളി കേൾക്കുമ്പോൾ അബ്രഹാം എന്ന് തിരിഞ്ഞു നോക്കിയാൽ ചെന്ന് തട്ടുന്നത് ഗോൽഗൊതയില്ല. അവിടെ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ യാഗമർപ്പിച്ചു. സ്തോത്രം. ഇനി മറ്റൊന്നുകൂടി, ഈ മലകൾ മുഴുവൻ അവസാനിക്കുന്ന സ്ഥലത്ത് കൂടിയൊരു നീരൊഴുക്കുണ്ട്. ആ നീരൊഴുക്ക് നിങ്ങളറിയും. അതിൻ്റെ പേര് കിദ്രോൻ എന്നാണ്. യെരുസലേമിൻ്റെ കിഴക്കേ ഭാഗത്തു കൂടി ഒഴുകുന്ന ആ തോടിൻ്റെ പേരാണ് കിദ്രോൻ. യെരുസലേമിൻ്റെ കിഴക്കേ കിദ്രോൻ തോട് കടന്ന് നിങ്ങൾ കുറുകെ അക്കര കടന്നാൽ ഒരു മലയിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് ഒരു മലയാണെന്ന് പറഞ്ഞാൽ പോരാ, ഒരു 1.5-2 മലയാണ്. കാരണം ഒരു 20 മിനിറ്റെങ്കിലും വേണം ആരോഗ്യമുള്ളൊരു പുരുഷൻ അതിൻ്റെ മീതെ കയറി വരാൻ. മനസ്സിലാവുന്നുണ്ടോ? മാർട്ടിൻ പോയോ? പാത്തിരിക്കുക പോട്ടെ. വലിയ വണ്ണമുള്ളവരൊക്കെ കയറി 20 മിനിറ്റ് പോരാ. അതിനെ ഞാൻ മാർട്ടിനെ വിളിച്ചേ. ഒരു കാര്യം പറയുമ്പോൾ ഒരു തെളിവ് തരണമല്ലോ. ഈ വണ്ണമുള്ള മനുഷ്യരെയും കൊണ്ട് ട്രാക്ട് കൊടുക്കാൻ പോയി നോക്കി, സോഡ കുടിച്ച് ഇടപാട് വരും. 15 മിനിറ്റ് പ്രസംഗം പരസ്യവും നടത്തിയാൽ 30 സോഡ കുടിക്കും. ആരോഗ്യമുള്ളൊരുത്തര് കാൽവരി വരെ കടക്കാൻ, ഈ ഒലിവുമല കയറാൻ 20-25 മിനിറ്റ്. അപ്പോൾ കിഴക്കേ ഭാഗത്ത് ഒലിവുമല, പടിഞ്ഞാറ് ഭാഗത്ത് യെരുസലേം, നടുവിലൂടെ ഒരു തോട് കിദ്രോൻ. ഇത് കേൾക്കുമ്പോൾ ഒരല്പം മുഷിയുമെങ്കിലും അല്പം കഴിഞ്ഞതിൻ്റെ ആവശ്യം വരും. സശ്രദ്ധം ഇത് കേട്ടിരിക്കണം. ആദ്യ ഭാഗം, ഈ തോട് കടന്ന് യേശു കർത്താവ് അക്കരയ്ക്ക് പോകാൻ തുടങ്ങാം. ഇതിനു മുമ്പൊരു കാര്യം, ശിഷ്യന്മാർ യേശുവിനെ ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് കൂട്ടിക്കൊണ്ടുവന്നു. യേശു ഇതെല്ലാം നടന്നു കണ്ടു. സാധാരണ ഇതിൽ ഇങ്ങനൊന്ന് കണ്ടാൽ നമ്മൾ പറഞ്ഞാൽ മതി നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ നമ്മൾ നന്നായിരിക്കുന്നൊരു കാര്യം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ചില ആളുകൾ ഒരു ഫോട്ടോ ഇട്ട് വെച്ച് പറയുന്നത് കേട്ടില്ലേ, ലൈക്ക് കിട്ടുകയില്ലെന്നറിയാം, എന്നാലും ഒന്ന് തന്നാൽ കൊള്ളാം. അല്ലെ ആൾ ചത്തുപോകും ലൈക്ക് കിട്ടിയില്ലെങ്കിൽ. ഏതായാലും ഒരു കമൻറ്റ് നല്ലത് പറയാൻ ചിലവില്ലല്ലോ അല്ലേ. പക്ഷെ കർത്താവ് ഒരു മോശം കമൻറ്റ്, യഹൂദനൊട്ടും താല്പര്യമില്ലാത്തൊരു കമൻറ്റ്. ഈ ആലയം തകരും, ഇത് തകർന്നു പോകും. ഒരു യഹൂദന് തീരെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കമൻറ്റ്. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഈ കിദ്രോൻ കടന്ന് ഒലിവുമലയുടെ മീതെ എത്തി. ഒലിവുമലയുടെ മീതെ എത്തുമ്പോൾ അതിനു മുമ്പ് യേശു പറഞ്ഞ ഭാഗമാണ് വായിച്ചത്. യെരുസലേമേ യെരുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, നീ ഇതൊക്കെ ചെയ്തിട്ടും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ കാത്തു സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നീ വഴിപ്പെട്ടില്ല. അണ്ട് നിൻ്റെ ഭവനം ശൂന്യമാകും. ഞാൻ പോവാണ്. രക്ഷാനായകനായകൻ യെരുസലേമിൻ്റെ നാഥൻ യെരുസലേമിലേക്ക് വന്നപ്പോൾ നിരാകരിച്ചയച്ച ജനതയോട് പറയുക, ഞാൻ പോവാണ്. അതൊരു പരാജയമല്ലേ?
ഇടക്ക് നിർത്തി പോകേണ്ടി വരുന്നത് ഒരു തോൽവിയല്ലേ? മഹാദൗത്യത്തിന് വന്നവനെ ജെറുസലേം മടക്കി അയക്കുമ്പോൾ യെരുസലേമിൻ്റെ നാഥനായവനെ, ദാവീദിൻ്റെ പുത്രനായവനെ നിരാകരിക്കുമ്പോൾ ദാവീദ് പുത്രൻ പറയുക, ഞാൻ വിട്ടുപോകുന്നു. പരാജയമല്ല. യേശു ഒന്നുകൂടി പറഞ്ഞു, ഞാൻ പക്ഷേ ഒരു ദിവസം വരും. ഇന്ന് കൈയൊഴിഞ്ഞ നീ, ഇന്ന് തള്ളിക്കളഞ്ഞ നീ, ഒരു ദിവസം എന്നെ കണ്ടിട്ട് വിളിക്കും. എന്താണ്? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇന്ന് നീ എന്നെ വിളിക്കുന്ന ആ നിമിഷം വരെ നിങ്ങളിനി എന്നെ കാണുകയില്ല. യെരുശലേമിലേക്ക് വരുന്ന എന്നെ നോക്കിക്കൊണ്ട് വാഴ്ത്തപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നീ പറയുവോളം നിങ്ങൾ എന്നെ കാണില്ല. 2000 ആണ്ട് കഴിഞ്ഞു. ഞാനീ പ്രസംഗിക്കുന്ന രാത്രി വരെ യഹൂദൻ യേശുവിനെ ഒരു സമൂഹമെന്ന നിലയിൽ ഉൾക്കൊണ്ടിട്ടില്ല. യേശു അതുവഴി ചെന്നിട്ടുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, പറഞ്ഞത് യേശു കർത്താവെങ്കിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം അതുവഴി വരും. ആ ദിവസം കാത്താണ് നമ്മളിവിടെ പാർക്കുന്നത്. ആ മഹാദിവസം, ആ മനോഹര നിമിഷത്തെക്കുറിച്ചുള്ള വർണ്ണനയ്ക്കും വിശദീകരണത്തിനുമാണ് ഞാൻ ഈ അവസരം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ജോഗ്രഫി ഒരിക്കൽ കൂടി ഗ്രഹിക്കാം. ഒരു ഭാഗത്ത് യെരുശലേം, മറുഭാഗത്ത് പടുകുറ്റൻ ഒലിവുമല, നടുവിലൂടെ ഒഴുകുന്ന കിദ്രോൻ. ഈ കൂടെ 2 ചെറിയ സ്ഥലങ്ങൾ കൂടി ഒന്ന് പറയണം, എങ്കിലേ ചിന്ത പൂർണ്ണമാവും. യെരുശലേം വിട്ട് കിദ്രോൻ തോടിറങ്ങി മറുകര കടക്കുമ്പോൾ ആ താഴ്വരയുണ്ടല്ലോ ഒലിവുമലയുടെ, ആ താഴ്വരയ്ക്കൊരു പേര് പറയും, നിങ്ങൾക്ക് നല്ല പരിചയമാണ്, ഗത്സമേന. അപ്പോൾ ഒലിവുമലയുടെ ഇങ്ങേ ചെരിവാണ് ഗത്സമന. ഗത്സമേന എന്ന പദത്തിൻ്റെ അർത്ഥം നീര് പിഴിഞ്ഞെടുക്കുന്ന സ്ഥലം. ചക്കിലൂടെ പുറത്തു വരുന്ന മുന്തിരിയോ ഒലിവോ ശേഖരിക്കുന്ന സ്ഥലം, ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന സ്ഥലം, പ്രസ് ചെയ്യുന്ന ഇടം. ഇതാണ് ഗത്സമന എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ ഗത്സമന കടന്ന് ഒലിവുമലയുടെ മുകളിൽ ചെല്ലുക. അതിൻ്റെ മറുവശത്തെ താഴ്വരയില്ലേ, അങ്ങേ വശം, ആ സ്ഥലത്തിനൊരു പേര് പറയും, നിങ്ങൾക്ക് പരിചിതമാതും, ബഥാന്യ. നമ്മുടെ ലാസർ പാർത്ത സ്ഥലം. ഇത്രയും മനസ്സിൽ വന്നവർക്കറിയാം, യെരുശലേമിൽ നിന്ന് ഒരു നാഴിക ദൂരത്ത് ബേത്ഭാഗ എന്നൊക്കെ പറയുമ്പോൾ ആ കാര്യം മനസ്സിലായി. ഒരു ചിത്രത്തിലെന്ന വണ്ണം അത് മനസ്സിൽ പതിയണം. ഒലിവുമലയുടെ ഒരു ഭാഗം ഗത്സമന, മറുവശം ലാസർ പാർത്ത ബഥാന്യ. ഇത് ഏകദേശം ഒരു ധാരണ വന്നു. ഈ ബഥാന്യാണ് ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം. ഇപ്പോഴും ഉണ്ട് കടുക് മരങ്ങൾ. കടുക് ഒരു മരമായി വളർന്നു നിൽപ്പുണ്ട്. 1 2 അല്ല, ധാരാളം ഉണ്ട്. ലോകത്ത് അവിടെയുള്ളൂ. ഇത് മനസ്സിലാക്കാതായി സി രവിചന്ദ്രനൊക്കെ ചുമ്മാ നിന്നങ്ങ് ചിരിക്കുക. ബൈബിളിൽ എഴുതിയിരിക്കുക കടുക് മരമെന്ന്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചിരിച്ച ആളുകൾ രവിചന്ദ്രൻ എന്നുള്ള മാറ്റിയിട്ട് ചിരിചന്ദ്രൻ എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? കാര്യം പറയാതെ ഈ വിഡ്ഢിവേഷം കെട്ടിട്ട് വല്ല കാര്യമുണ്ട്? ഇതൊക്കെ പഠിക്ക്, പോയി കാണുന്നില്ല. ഇടമറുകിൻ്റെ മകനും ഒക്കെ പോയി കണ്ട സ്ഥലമാണ്. കുറഞ്ഞ വർഷം കോംപ്ലക്സ് ഇല്ലെങ്കിൽ അവരോടെങ്കിലും ചോദിച്ചു പഠിക്കും. പോയവരാണ് അവിടെ കിടപ്പുണ്ട്. വേണ്ടതേ ഗൂഗിൾ ചെയ്യാമല്ലോ. അവരൊക്കെ ഗൂഗിൾ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നവരാണ്. ഏതായാലും പറഞ്ഞത്, ഈ കടുക് മരം ഇന്നുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, സകല പക്ഷികളും അവിടെ വന്ന് അതിൽ കൂട് കെട്ടി എന്നൊക്കെ പറയുമ്പോൾ കടുക് മരത്തിൽ കൂട് കെട്ടുമോ എന്നൊക്കെ ചോദിച്ചു നിന്നങ്ങ് ചിരിക്കുക. അപ്പോൾ ഈ സ്ഥലമൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകണം. സന്തോഷമല്ലേ? അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കേൾക്കാമോ? കേൾക്കത്തില്ലേ? ഇവിടെ സ്ഥലം കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറയാനാ. പോട്ടെ. അപ്പോൾ യേശു കർത്താവ് ഈ മനോഹരമായ ദൈവാലയത്തിൻ്റെ പണി കണ്ട് ശിഷ്യഗണങ്ങളോട് പറഞ്ഞാൽ മതി, കൊള്ളാം. കർത്താവ് പറഞ്ഞു, ഇത് തകർക്കും. എന്നിട്ട് യേശു ശിഷ്യന്മാരും ഒലിവുമലയുടെ മുകളിൽ വരുമ്പോൾ
ശിഷ്യന്മാരിൽ ഒരുവൻ അടുത്ത് വന്ന് അവനോട്, അത് എപ്പോൾ സംഭവിക്കും? ഏതാ 20 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യം താഴെ വച്ച്. അവിടുത്തെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരയണം. ലോകാവസാനം അല്ല ശരിപ്രയോഗം, യുഗാവസാനം, എസ്കാറ്റോസ്, അന്ത്യകാലത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരയണം. ഇത്രയും ചോദിച്ചപ്പോൾ ഒരു നീണ്ട പ്രഭാഷണമാണ് പുറത്തേക്ക് വരുന്നത്. ആ പ്രഭാഷണത്തെ വേദജ്ഞാനികൾ വിളിക്കുന്ന പേരാ ദ ഒലിവറ്റ് ഡിസ്കോസ്, ഒലിവുമല പ്രസംഗം. ഒലിവറ്റ് ഡിസ്കോസ് ചരിത്രപ്രസിദ്ധമാണ്. മത്തായി 24, മാർക്കോസ് 13, ലൂക്കോസ് 21 ഈ ഒലിവുമല പ്രഭാഷണം കൃത്യമായി 3 സുവിശേഷകർ എഴുതിയിരിക്കുക. ഈ കൃത്യമായ വാക്കുകൾ, വചനങ്ങൾ, ആശയങ്ങൾ കൃത്യമായി പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ പറയുക, യേശുവിൻ്റെ വാക്കുകൾ എടുത്തിട്ട് പറയുക, അന്ന് ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്ന കാലത്തെ ഞാൻ ക്രിസ്തുവെന്ന പേർ പറഞ്ഞുകൊണ്ട് നിങ്ങളരികിൽ വലരും വരും, വഞ്ചിക്കപ്പെടാൻ പാടില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണ്ട. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ അവർ ക്രിസ്തുവാന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോഴും വരും, ഇനിയും വരും. പക്ഷേ നമ്മൾ ഇത്രയും നാളായിട്ട് ആരെങ്കിലും ഞാൻ ആ സോക്രട്ടീസ് എന്ന് പറഞ്ഞ് വന്ന് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മളാരെയും കേട്ടിട്ടുണ്ടോ ഞാനാണ് മരിച്ചുപോയി ലോക്കലപ്പച്ചനൊക്കെ വരാറുണ്ട്. അപ്പാപ്പനാണ് വന്നിരിക്കുന്നത്, അമ്മച്ചിയാണ് വന്നിരിക്കുന്നത്, വടിയിടിക്കുന്നത് കേട്ടപ്പോഴേ മനസ്സിലായി അതുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് പറയാറുണ്ടോ ഞാനാണ് ഗാന്ധിജി? പറയില്ല. ഞാനാണ് ബുദ്ധൻ. എന്താ പറയാത്തെ? എത്രയോ മനുഷ്യർ മണ്ണടിഞ്ഞതാ. ഇതൊക്കെ ഞാനാണെന്ന് പറയാത്തതിൻ്റെ കാര്യം അറിയാം. തട്ടിപ്പുകാരെല്ലാം പറയുന്നത് എന്താ? യേശുവാണ് ഞാൻ. ഇപ്പോൾ ചോദ്യം ഇത് ഇവന് തന്നെ അറിയാം, പറയാൻ കൊള്ളാവുന്നൊരു പേര് യേശുവിൻ്റെയാ. അത് അവന് തന്നെ അറിയാം. ഹല്ലേലൂയ. തന്നെയല്ലാതെ ഈ പ്രവചനത്തിന് നിവൃത്തിയാ ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് പലരും വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പിന്നെയും പറഞ്ഞു, യെരൂശലേം തകർന്നോട് ബന്ധപ്പെട്ട് പറയാ, ജാതികൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് യഹൂദ്യയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഈ ഓടിപ്പോക്ക് ഒരു ശബത്തിലോ മഞ്ഞുകാലത്തോ ആകാതിരുന്നാൽ കൊള്ളാം. ഇതൊക്കെ പറഞ്ഞ് വരാനിരിക്കുന്ന വിഷയത്തിൻ്റെ ഭീകരത ഒരു പ്രവചനം പോലെ പറഞ്ഞ് കൃത്യമുറപ്പിച്ച് യേശു വിട വാങ്ങി. ഹല്ലേലൂയ. അതാ യേശുവിൻ്റെ പ്രവചനത്തിൻ്റെ തീവ്രതയും തീഷ്ണതയും. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് യേശു. എല്ലാവരും ഗുമ്മിന് വേണ്ടിയൊന്നും എന്തെങ്കിലും തട്ടിവിടുന്ന ആളല്ല. ഒത്തിരി പ്രവചനം പറഞ്ഞല്ലേ, ഇരിക്കട്ടൊരു ഗുമ്മിന്. ഏലപ്പാറ 4 വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മ ചുമ്മാ കയറി ഗുമ്മിനടിക്കുന്ന ആളല്ല. കാര്യം പറഞ്ഞ അളന്ന് തൂക്കി കൃത്യമേ പറയൂ. അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ വിളിക്കുന്നത് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. എന്തൊരാനന്ദമാണ് ആ വാക്കുകൾക്കല്ലേ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി, നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി, ഇതുവരെ ആസ്വദിക്കാത്ത ദൈവപ്രവൃത്തിയായി, രോഗശാന്തിയായി, ദൈവിക കാരുണ്യമായി, അടിമുടി സുഖപ്പെടുത്തുന്ന അനുഭവമായി നമ്മുടെ മധ്യ വ്യാപരിക്കുന്നുണ്ട്. കൃപയേറ്റെടുത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. കാരണം ഇത് നമ്മുടെ സമാപന രാത്രിയാണ് ഇന്നത്തെ. ഹല്ലേലൂയ. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. യേശു പറഞ്ഞതല്ല അതുപോലെ നിറവേറി. ഞാനിതിനൊത്തിരി അനുഭവസ്ഥനാണ്. ഞങ്ങളുടെ കുഞ്ഞുട്ടിച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രീ ഡിഗ്രിക്ക് പഠിക്കും കാലത്ത് ഞാനും ജയമോനും എല്ലാം ചേർന്ന് ഒരു പരസ്യവും നടത്തി. കാരണം ഇവിടെ ഒരു ചങ്ങാതി പറഞ്ഞു ഞാൻ യേശുവാണ്. അതൊരു സഹോദരി ഇവിടെ വല്ല ഉണ്ട് ഇന്ന് മാനസാന്തരപ്പെട്ടോണം. അതിനു വേണ്ടി കേട്ടോ, പിണങ്ങിയൊന്നുമല്ല. ജയമോനും ഞാനൊക്കെ തീരുമാനിച്ചു അന്ന് ജയമോൻ എട്ടിപ്പടിക്കാൻ പോയേക്കാം. KK ജംഗ്ഷനായി ജയമോനെ വിളിക്കുന്നു കേട്ടോ. അങ്ങനെ വിളിക്കാൻ അവകാശമുള്ള ഒരാളാണ്.
ഞങ്ങളുടെ കൂടെ ഒരു സുനിൽകുമാറുണ്ട്. സുനിൽകുമാർ നന്നായിട്ട് പ്രസംഗിക്കും. നായർ കൺവെർട്ടാണ്. ഡ്രമ്മുമൊക്കെ എടുത്ത് ഈ ദൈവത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ധാരാളം ഭക്തന്മാരും 12 ഈശന്മാരും ഉണ്ട്. ചില്ലറ കളിയൊന്നുമല്ല, ആപ്പ ഏർപ്പാടല്ല. കാല് കഴുകി നമിക്കാൻ 12 ഈശന്മാർ. അയാൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് അന്നത്തെ വിവരവും ബോധമൊക്കെ അല്ലേ, ഇന്നെങ്ങാണ്ട് വിവരമുണ്ടോ? അവിടെ നിന്ന് 1-2 മണിക്കൂർ അങ്ങ് പ്രസംഗിച്ചു. വചനം വെച്ചിട്ട് അന്നത്തെ അറിവിൽ ആദ്യകാല പ്രസംഗമൊക്കെ അങ്ങനെ. അന്നും കണ്ണന പ്രസംഗമാണ്, വീടിരിക്കി പഠിക്കുന്ന പ്രായമാണ്, കാലമാണ്. അതിനും പിന്നെ അതിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ക്രൂശിക്കപ്പെട്ടോ ഉയർത്തെഴുന്നേറ്റോ മടങ്ങി വന്നോ ഒന്നും അറിയില്ല. സ്തോത്രം. ഇപ്പോൾ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് ഇത്തരം ധാരാളം ആളുകൾ വരും. പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതാണ് പേർഷ്യക്കാരനായ മാനി എന്നൊരാളുണ്ടായിരുന്നു. AD 300 ഒരു സന്യാസിയാണ്. ക്രിസ്തു ജഡം ധരിച്ചു വന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ജഡം ധരിച്ചു വന്ന ആളാണ് താൻ എന്ന് ജനത്തെ പഠിപ്പിച്ചു. അതാണൊരു കുരിശിൻ്റെ പേര് തന്നെ, മാനിക്കയൻ കുരിശെന്ന്. എന്താ മാനിക്കയൻ കുരിശിൻ്റെ പ്രത്യേകത? ചിലതരം കുരിശ് കണ്ടിട്ടുണ്ടോ? ഈ ഗ്ലാവർ ഇങ്ങനെ വന്നിട്ടൊരു ആ കുരിശിൽ ഒരു പ്രാവിനെ നിങ്ങൾക്ക് കാണാം, താഴേക്ക് തല വെച്ച് കിടക്കുന്നത്. കുരിശിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു എന്നതിൻ്റെ സൂചകമാണ്. അങ്ങനെ കണ്ടിട്ടില്ലേ? ഈ കറണ്ടടിച്ച് പ്രാവ് ചത്ത് കിടന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ മനസ്സിലാകാനാണ്. ഞാനൊരു നാടൻ മനുഷ്യനല്ലേ, അതുകൊണ്ട് പറഞ്ഞ ഉദാഹരണമാണ്. ഈ കാക്കയൊക്കെ കറണ്ടടിച്ച് താഴോട്ട് വീഴുമല്ലോ, ഇതുപോലൊരു പ്രാവ് അതേ വന്ന് ഇങ്ങനെ താഴോട്ട്, ഭാഗ്യത്തിന് താഴെ വീണില്ല, ഇതാ ഇങ്ങനെ കിടക്കുന്ന അത് തന്നെ മാനിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാ ക്രൈസ്തവർക്കിടയിൽ നിന്ന് വന്നതെന്ന് പറയാൻ നമുക്ക് നേരം പോരാ. അപ്പോൾ ഇങ്ങനെ ധാരാളം ക്രിസ്തുക്കൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു വന്നവർ ഇവരൊക്കെ ധാരാളമുണ്ട്. ഇതൊക്കെ യേശുവിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. യേശു ഇത് പ്രവചിച്ചു. ഏതാനും നാൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, വിചാരണ ചെയ്യപ്പെട്ടു. കോടതികൾ മാറി മാറി അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് കൃത്യം പറഞ്ഞു. അതിന് വലിയൊരു സന്തോഷമാണ്. ഏതായാലും ഉയർപ്പും ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്ക് അതേക്കെ പറ്റി കൂടി പറയണം. പ്രിയരേ, നിങ്ങളും ഞാനും ഒക്കെ ഈ കണ്ടു പരിചയിച്ച ആ യേശുവിൻ്റെ ചിത്രം അങ്ങേയറ്റം തെറ്റാന്ന് പറയാൻ കാരണം ഒത്തിരി ഉണ്ട്. അതിലൊന്ന് പറയാം. കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ച ഡാവിഞ്ചി ആകട്ടെ, മൈക്കൽ ആഞ്ചലോ ആകട്ടെ, പിക്കാസോ ആകട്ടെ, ഇവരെല്ലാം വരച്ചത് ഒരു ദയനീയ ഭാവമുള്ള യേശുവിനെയാണ്. ക്രൂശിൽ ദയനീയ ഭാവത്തിൽ കിടക്കുന്ന ക്രിസ്തുവിനെ. പക്ഷെ ബൈബിളിലെ ക്രിസ്തു അങ്ങനെയല്ല. അതിന് തെളിവ് പറയാം. നമ്മളിങ്ങോട്ട് ഈ ഹൈറേഞ്ചിൻ്റെ എഡ്ജിലും ഒക്കെ പാർക്കുന്ന ആൾക്ക് ഈ ചായയുടെ ക്വാളിറ്റി അറിയാം. അതുകൊണ്ട് മുണ്ടക്കയത്തുള്ളവൻ കഴിവതും ട്രെയിനിൽ കയറിയാൽ ചായ കുടിക്കുകയില്ല. കാരണം ട്രെയിൻ ചായ വേറെ ഐറ്റമാണ്. കാപ്പി ഉണ്ടെണ്ണം തരാൻ പറയും. കാരണം ചായ എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയല്ലേ? ചായ ആസ്വദിച്ച് കുടിക്കുന്ന ആളിൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ചായ കൊള്ളാം. അങ്ങനല്ലേ? യേശു മരണം ആസ്വദിച്ചതിൻ്റെ മുഖമാണോ ഈ വരച്ചു വച്ചിരിക്കുന്നത്? അല്ല, മരണം ആസ്വദിച്ചു. വിചാരണ വേളയിലാണ് യേശുവിൻ്റെ കരുത്ത് കാണുന്നത്. കോടതി മുറിക്കുള്ളിൽ നിൽക്കുന്ന ക്രിസ്തു. പീലാത്തോസിൻ്റെ വിചാരണ, സന്നിധിയും കോടതിയുടെ വിചാരണ, പീലാത്തോസിൻ്റെ വിചാരണ, ഹെരോദാവിൻ്റെ വിചാരണ, വീണ്ടും തിരികെ പീലാത്തോസിൻ്റെ അരികിൽ. പീലാത്തോസ് ഒരു മദ്യപാനിയായിരുന്ന ചരിത്രം. അദ്ദേഹം യഹൂദനല്ല, റോമക്കാരനാണ്. ഒരു രാജാവ് ഉള്ളപ്പോൾ തന്നെ ഭരണകൂടം ഒരു ഗവർണറെ ആക്കി വെക്കുന്ന പതിവ് പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ആ ഗവർണർ മദ്യപിക്കും, വേറെ ഗവർണർമാർ ഹാൻസ് വെക്കും. അത്രയും വ്യത്യാസമുള്ളൂ. പിടിയോ? ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളൂ. അന്നൊന്നും പണി ഏതാണ്ട് ഒരുപോലൊക്കെ ഉള്ള. അപ്പോൾ ഈ ഗവർണർ മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുമ്പം അങ്ങേരുടെ മുമ്പിൽ യേശു എത്തി, നമ്മുടെ കർത്താവ്. പുള്ളി ഇങ്ങനെ ആകെപ്പാടെ ഒന്നാമത് ഈ ടെൻഷനൊക്കെ കയറി നിൽക്കുകയാണ്. അധികാരം പോകില്ല, അതിനാണ് യേശുവിനെ വിചാരണ ചെയ്യുന്നത്.
ഈ വിചാരണ വേളയിലെ യേശുവിൻ്റെ വാക്കുകളുടെ ശക്തി എത്ര വലുതാണെന്ന് ഞാൻ അമ്പരന്ന് പോകാറുണ്ട്. യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ ചോദിക്കുന്ന ഒരു കരുത്തുറ്റ ചോദ്യം, നീ വന്ധ്യനായവൻ്റെ പുത്രനോ? ഇനിയും ഒരു ചോദ്യം, നീ രാജാവ് തന്നെയോ? ഇപ്പോൾ ദൈവപുത്രനോ എന്ന് ചോദിച്ചാൽ വലിയ കുറ്റമൊന്നുമില്ല, അത് യഹൂദന്മാരുടെ ആഭ്യന്തര വിഷയമാണ്. പുത്രനായാൽ ഇഷ്ടമുള്ളവർ അംഗീകരിക്കല്ല, അതൊരു പോകും. ഇത്രയും പറഞ്ഞാൽ കോടതി വിധി അങ്ങനെ അങ്ങ് തീർക്കാം. പക്ഷെ ചോദ്യം അവിടെയല്ല, നീ ജൂതന്മാരുടെ രാജാവെന്ന് പറഞ്ഞു, ഇതാ ചോദ്യം. ആണെന്ന് പറഞ്ഞ ശിക്ഷ ഉറപ്പാണ്, കാരണം അത് വിഘടനവാദമാണ്, വേറൊരു രാജ്യമുണ്ടാക്കാനുള്ള ശ്രമമാണ്, വലിയ ശിക്ഷ വരും, അത് സാമൂഹ്യമായി വലിയ തിന്മയാണ്, രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റമാണ്. ഈ കുറ്റം വിചാരണ ചെയ്യാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ട എങ്ങനെ? കർത്താവ് റോമക്കാരെ അട്ടിമറിച്ച് അവിടെ പിടിക്കാൻ ശ്രമിച്ച ആളാണോ? അല്ല. അങ്ങനെ പോയിട്ടൊരു സെൻറ്റർ അട്ടിമറിച്ച് പിടിക്കാൻ പോലും ഒരു ശ്രമവും നടത്താത്ത ആളിനെയാണ് റോമൻ ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന വിചാരണ നടത്തി കൊണ്ട് പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. അവിടെ പറഞ്ഞാൽ മതി. പീലാത്തോസിൻ്റെ ചോദ്യം, നീ രാജാവ് തന്നെയോ? മറുപടി എന്ന് പറയണം, അച്ഛാ ഞാൻ രാജാവൊന്നും അല്ല. പിന്നെ ഒരു പ്രസംഗത്തിലൊരാവേശം വന്നപ്പോൾ ഞാൻ രാജാവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൂലഭാഷയെ രാജാവിന് എത്രയോ അർത്ഥമുണ്ട് അച്ഛാ. വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ രാജാവാന്നൊക്കെ തോന്നാറുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞുപോയി. അച്ഛൻ തന്നെയാണ് രാജാവ്. ആ രാജകല കണ്ടില്ലേ, എന്തൊരു സുന്ദരമാണ് ആ മുഖം. ഇത്രയും പറയുമ്പോഴേ പീലാത്തോസ് പറയും, ആ പൊക്കോളാൻ, കേസ് ഒന്നതിന് ഫൈനും അടിക്കും. കാരണം എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് ഞാൻ 100 വട്ടം പ്രസംഗിച്ചിട്ടുണ്ട്, തെളിവിന് ആളുണ്ടേ. പക്ഷെ യേശു എന്ന വ്യക്തിത്വത്തിന് വാക്ക് പിൻവലിച്ചുകൂടാ, പറഞ്ഞാൽ പറഞ്ഞതാണ്. വിചാരണക്കോടതിക്കുള്ളിൽ നിന്നുകൊണ്ട് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം, ഓ യേശുസ് നാസറിൻ, നസ്രായനായ യേശുവേ, ഓ ഹൈ മീ ബെസേലിയൂസ് യേശുസ്, നീ ബെസേലിയൂസ് ആണോ? നീ രാജാവാണോ? എന്തു പറയണം മറുപടി? ഏയ് അല്ല പീലാത്തോസേ. അവിടെ നിന്ന് യേശു പറഞ്ഞു, ഏയ് മീ പീലാത്തോസ്, ഞാനാകുന്നു. കോടതി മുറിക്കുള്ളിലെ ആ ചങ്കുറപ്പിൻ്റെ പേരാ ക്രിസ്തു, ആ കരുത്തിൻ്റെ പേരാ ക്രിസ്തു, ആ ധൈര്യത്തിൻ്റെ പേരാ ക്രിസ്തു. അടുത്ത നിമിഷം ക്രൂശ് ചുമക്കുമെന്ന് ഉത്തരവിടാൻ പോകുന്നവൻ്റെ വാക്കുകളെ ഭയമില്ലാതെ നെഞ്ചും നെറ്റിയും കാട്ടിക്കൊണ്ട് നിവരെ നിന്നവൻ്റെ ശക്തിയാ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നെങ്കിൽ, ആ ഒരു ശക്തി ശരീരത്തിൽ വ്യാപരിച്ചാൽ രോഗം മാറും, ക്ഷീണം മാറും, പ്രതിസന്ധി മാറും. അതിജീവനത്തിന്റെ പുത്തൻ ബലത്തോടെ നാമും കൂടുതൽ കരുത്തരാകും. അതിന് പ്രായം തടസ്സമല്ല, ക്ഷീണം തടസ്സമല്ല, ഞെരുക്കം തടസ്സമല്ല, ഇല്ലായ്മകൾ തടസ്സമല്ല. എൻ്റെ ക്രിസ്തുവെന്നിൽ വാഴുന്നു, അവനിൽ ജീവിക്കുന്നു, അവിടുത്തെ ചൈതന്യം എന്നിൽ ആവസിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിജീവിക്കും. ഈ നിർണായക ഘട്ടത്തിലാണ് ഈ ധൈര്യം വേണ്ടേ. ചില ആളുകളൊക്കെ ഈ ടൗണിൽ പോയി നല്ലപോലെ തല്ലി മേടിച്ച് കെട്ടിയിട്ട് വീട്ടിൽ വന്നിരുന്ന് ഭയങ്കര ചീത്ത കണ്ടിട്ടില്ലേ? ചില ആൾ വലിയ വഴക്കുണ്ടാകുന്ന പറഞ്ഞല്ലോ, എന്നെ പിടിക്കരുത് കേട്ടോ, എന്നെ പിടിക്കരുത്, എന്നെ പിടിക്കരുത്. ആരും പിടിച്ചിട്ടില്ല. നമ്മളീ പിടിച്ചേക്കുന്നുണ്ട്, ആ പുള്ളി ആരും പിടിച്ചിട്ടില്ല. നാട്ടിൽ ചെന്നതെല്ലാം മേടിച്ച് കെട്ടിയിട്ട് പറയുക, എന്നെ പിടിക്കരുത്. ചെല്ലു പറഞ്ഞോ, നിങ്ങളെ ഇന്നലെ എടുത്തിട്ട് കളിക്കുന്നുണ്ടല്ലോ, അതേ എൻ്റെ നടു ചെറുതായിട്ടൊന്ന് വെട്ടി, ഇല്ല ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു മിന്നൽ പോലെ വന്നു. വലിയ അഭ്യാസിയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊരു അഭ്യാസി അച്ഛൻ പണ്ട് ഒരു നാടിനെ മുഴുവൻ വെല്ലുവിളിച്ച് അവിടെ ചെന്നു. അവരെല്ലാം കൂടെ എടുത്തിട്ടങ്ങ് പെരുക്കി. തല അത് പിന്നെ കുനിഞ്ഞിരിക്കുന്നു. തല കുനിഞ്ഞായിരിക്കുന്നെങ്കിൽ ഇപ്പോഴും നമ്മളെയൊക്കെ കണ്ടാൽ പുള്ളി വഴക്കുണ്ടാകുമ്പോൾ എന്തെങ്കിലും ചൂടാകും പറയും, എടാ ആണുങ്ങളെപ്പോലെ മുഖത്ത് നോക്കി സംസാരിക്കാൻ. നമുക്ക് മുഖത്ത് നോക്കണേ, പുള്ളിയുടെ മുമ്പിൽ ചെന്ന് കിടക്കണം. അച്ഛാ ഇത് ഞാനാന്ന് പറയണമെങ്കിൽ ആണത്തമുള്ളവൻ മുഖാമുഖം നിന്ന് സംസാരിക്കടാന്ന് അടിച്ച് പിരിക്കതാരാണ്ട്. എന്തെല്ലാം വിഷയങ്ങൾ. ഈ ലോക്കൽ ഗാനമേള നടന്ന സമയത്ത് രാജേഷ് പാസ്റ്ററെ എടുക്കാൻ വയ്യാത്തൊരു പണി ഒരുത്തൻ ഗാനമേളയ്ക്ക് പാടുക.
പ്രസാദ് ഭാഷയെ മധുമൊഴി രാധെ നിന്നെ തേടി എന്ന് പറഞ്ഞ് ഒരു നിപ്പ് നിന്നിട്ട് പെടലി വെട്ടിപ്പോയി. പിന്നെ തൊണ്ട് കൊണ്ടുവന്ന് ചവിട്ടി തിരുമുകാരൻ ചൂടാക്കി. പറ്റാത്ത പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയമാണ് അല്ല, മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്ക്. ചിലക്ക് ലോക്കലിൽ ഭയങ്കര ധൈര്യമാണ്, കാര്യത്തോടെടുക്കുമ്പം ഭയങ്കര ഭയം. യേശു ലോക്കലിൽ ഇതെല്ലാം വരുമ്പോഴൊക്കെ തല്ലങ്ങ് കൊണ്ടു. കിരീടമുണ്ടാക്കി തലയിൽ വെക്കാൻ വന്നു. 5 അപ്പം കൊടുത്തപ്പോൾ പറഞ്ഞു, നീ ആ രാജാവ്. പിടിച്ചവനെ രാജാവാക്കാൻ വന്നു. പറഞ്ഞു, അതൊന്നും വേണ്ട കളാ. കോടതിക്കകത്ത് എന്നപ്പോൾ ചോദിച്ചു, രാജാവാണോ? ഞാനാ രാജാവ്. അതാണ്ട് ഇവിടെ തെളിയേണ്ട കാര്യമാണ് രാജാവ് ആരാണെന്ന്. കോടതി എന്താണെന്ന് അറിയണം, എങ്കിലേ പിടികിട്ടുള്ളൂ. മനസ്സിലായോ? ഞങ്ങളൊക്കെ സമയത്ത് ഈ കോടതി എന്ന് പറഞ്ഞാൽ വീട് പോലെ ഇപ്പോൾ കയറി അതിനുള്ള പണിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ ഈ വരുന്ന വഴിക്ക് വൈഫിനെ കാണിച്ചു കൊടുത്തു. ഞാൻ സ്ഥിരം വരുന്നൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്തിനാന്ന് പറയണ്ടേ, അവിടെ ചെന്ന് നിന്ന് അറിയാം എൻ്റെ സുഖം എന്താണ്. അല്ല, നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്താ നമ്മുടെ പുരട്ചി തലകറങ്ങി വീണ സ്ഥലമാണ്. പരേതനായ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ നടുവൊടിഞ്ഞ സ്ഥലം അവിടെ വീണ്. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടുകാരനൊരാൾ ആശുപത്രി കയറി, ഒരാഴ്ച കഴിഞ്ഞ് ഇറങ്ങി. ഇതേ സ്ഥലം നിന്ന് വീമ്പിളക്കുമ്പോൾ സംഭവം ഭയങ്കര. പക്ഷേ കാര്യത്തോടെടുക്കണം, അവിടെ നിൽക്കണം. പഞ്ചപുച്ച അടക്കി ഇങ്ങനൊരു നിപ്പാണ്. അവിടെ യാതൊരു രക്ഷയില്ല. അങ്ങനെയാ കാര്യം. അത് വിവരമുള്ള മജിസ്ട്രേറ്റ് ഇരുന്നാലേ, പണി പഠിച്ച ജഡ്ജി ഇരുന്ന അങ്ങനെ. അല്ല, ഹൈക്കോടതി നീടയ്ക്ക് ഒരുത്തിനെ പോക്കി. ആ ടൈപ്പല്ല. മനസ്സിലായില്ലേ? ആ ടൈപ്പും ഉണ്ട്. പോട്ടെ. അപ്പോഴേ പീലാത്തോസിൻ്റെ കോടതിയിൽ അടിമതറാതെ നിന്ന ക്രിസ്തു ക്രൂശേറ്റെടുത്ത് മരിച്ചു. കാരണം ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണം. ആ പ്രവൃത്തിക്ക് വന്നവൻ അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തിരുവഴുത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. തെളിയിച്ചു കൊടുത്തു. താൻ തന്നെ ക്രിസ്തു ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ക്രൈസ്തവ സഭ ഇത്രയും വളർന്നത്. മനസ്സിലായോ? നമുക്കിത് മനസ്സിലാകാത്ത ഇതൊക്കെ പറഞ്ഞ് നമ്മളെ സ്നാനപ്പെടുത്തുന്നെങ്കിലും ആ സ്നാനവാചകം വല്ലാതെ അങ്ങ് നീണ്ടുപോയി. സംഗതിയൊക്കെ കൊള്ളാം. സായിപ്പ് വളരെ ചുരുക്കമായിട്ടേ ചോദിക്കുള്ളൂ, വൈ ഡു യു വാണ്ട് ടു ബി ബാപ്റ്റൈസ്? നീ എന്തിനാണ് സ്നാനപ്പെടുന്നത്? അപ്പം നമ്മൾ പറയണം, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, എൻ്റെ പാപത്തിനായിട്ടൊക്കെ മരിച്ചു. ഇത് നമുക്കൊരു 3-4 ക്ലാസ്സും മുതിർന്നവരുടെ കുറേ ക്ലാസ്സും. മുഖം തൂക്കരുത്. പിന്നെ ഇയാൾ വന്ന് തൂക്കും നമ്മുടെ മുഖം. തല തോർത്തരുത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചെന്നൊരു പിടിയില്ല. തല തോർത്തരുത്. ക്ലാസ്സും ഒക്കെ എടുത്ത് ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാനിങ്ങനെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, എന്തിനാ അങ്ങനെ മുക്കുന്നത്? ഞാൻ പറഞ്ഞു, അങ്ങനെ മുക്കുന്നത് അല്ലെ അവർ നമ്മളെയും കൂടെ കൊണ്ട് മുങ്ങും. ഞാനിങ്ങനെ ഇതിനെ പിടിച്ച് മുക്കാൻ പോയി കഴിഞ്ഞാൽ അവനും ഞാനും കൂടെ മുങ്ങേണ്ട ഗതിയോട് വരും. നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ, ഇനി എന്നാ കൃപയാന്ന് പറഞ്ഞാലും. അപ്പം എന്നോടൊരാൾ പറഞ്ഞു, അങ്ങനെയല്ല, മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നതിനോട് അക്ഷരികമായി നമ്മൾ ഏകീഭവിക്കണമെന്നുണ്ടെങ്കിൽ ശവം അടക്കുന്നില്ല, എങ്ങനെ മലർത്തി. അപ്പോൾ ഈ വെള്ളം ശവക്കുഴി, സ്നാപകൻ ശവം അടക്കുന്ന ആൾ, മുങ്ങുന്നവൻ ശവം. പറഞ്ഞെല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ അടക്കിയാലേ അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇതാകുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതൊക്കെ ശരിയാണെങ്കിലും ഇതേത് നാട്ടിലാണ് ഈ ശവക്കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് കുഴിച്ചിടുന്നത്? ശവക്കുഴിക്കകത്തേ ഇറങ്ങി നിന്നുള്ള ശവടക്കം അതെവിടാ? നിങ്ങളൊന്ന് നന്നാകുകയല്ല ബ്രദറെ എന്ന് പറഞ്ഞു. പോട്ടെ. സ്നാനത്തിൻ്റെ അന്ന് ഈ വെള്ളത്തിൽ നിൽക്കുന്നവനോട് നമ്മളിങ്ങനെ ചോദിക്കുക, വെള്ളത്തിൻ്റെ തണുപ്പ്, നമ്മുടെ വൈബ്രേഷൻ, ഇതെല്ലാം കൂടെ കൂടി ഇവൻ ഇത് കേൾക്കുന്നില്ല. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ചോദിച്ചൊരിക്കൽ ഇത് നീണ്ടുപോയപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പിന്നെ ഒന്നേം തുടങ്ങേണ്ടി വന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉൾക്കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായോ ദൈവമക്കൾക്ക്? പോട്ടെ. ഇപ്പോഴൊക്കെ നമ്മുടെ സ്നാനം ഓർത്ത് നമുക്ക് തന്നെ ചിരി വരുന്നു. പിന്നെ ഏതായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ വരെ വന്നല്ലോ. പോട്ടെ, സ്തോത്രം. അപ്പോഴേ അന്ന് യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പ്രത്യക്ഷനായി,
പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥമണയ്ക്കുന്നു ദൈന്നും. ഇതിന് ശേഷം കഷ്ടിച്ചൊരു 40 ആണ്ടുകൾ കഴിഞ്ഞു. AD 29-30 ഒരു ഏപ്രിൽ മാസത്തിൻ്റെ മധ്യാഹ്നത്തിൽ വച്ച് യേശു പ്രവചിച്ചതുപോലെ ഒരു 40 ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ടായി. രാജ്യം ഭരിക്കുന്ന റോമൻ ഭരണകൂടത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന ടൈറ്റസ് കൈസർ, ഈ കൈസർ എന്ന സ്ഥാനപ്പേര് വരുന്നത് രാജാവിനാണ്. ടൈറ്റസ് അന്ന് സേനാനായകനാണ്. കാലമേറെ കഴിഞ്ഞ് അയാളും ചക്രവർത്തിയായി. അതുകൊണ്ടാണ് കൈസർ എന്നുള്ള പേര് വന്നത്. അല്ല, നമ്മളിടുന്ന പോലെ എളുപ്പമല്ല അന്ന് കൈസറിന് ഇടാൻ. മനസ്സിലായില്ലേ? ഞാൻ ഒത്തിരി നേരം കൈസർ എന്ന് പറഞ്ഞാൽ അവനിഞ്ഞ് വരും. അതുകൊണ്ട് ഞാനതങ്ങ് വിടുക, പോട്ടെ. അത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാലത്ത് 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ ഏകഛത്രാധിപതിയായി വിലസി ലക്ഷക്കണക്കിന് കുരിശ് തീർത്ത് യേശുവിനും കുരിശ് തീർത്തവൻ്റെ പേരിന്ന് നായ്ക്കുട്ടിക്കാന്നുള്ളത് ഓർക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ കാലത്തിൻ്റെ ഒരു നീതിയല്ലേ? പോട്ടെ, സ്തോത്രം. ഇവിടെ അങ്ങനെ AD 70 മഹാനായ ടൈറ്റസ് യെരുസലേം പിടിക്കാൻ വന്നു. ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. യെരുസലേമിന് ചുറ്റും സൈന്യത്തെ വിന്യസിച്ചു. മുന്നറിയിപ്പ് കൊടുത്തു. ആലയത്തിൻ്റെ അകത്തുള്ള സകലരും വെള്ളക്കൊടിയുയർത്തി കീഴടങ്ങി പുറത്തിറങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുധം പ്രയോഗിക്കേണ്ടി വരും. മാസങ്ങൾ അവർ ചെറുത്തു നിന്നു. അതിശക്തമായ അതിൻ്റെ കവാടങ്ങളൊക്കെ അടച്ച് ആളുകൾ അകത്തിരുന്നപ്പോൾ ടൈറ്റസ് പറഞ്ഞു, ഒരു കാരണവശാലും ഈ സ്ഥാപനം തകർക്കരുത്, അത് പള്ളിയോടെ പിടിച്ചെടുക്കണം, അതൊരു മ്യൂസിയമാക്കി മാറ്റണം, റോമക്കാർ ആരാധിച്ചു പോരുന്ന ദേവസങ്കല്പങ്ങളെ കുടിയിരുത്തണം, സ്വർണ്ണ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കണം, പക്ഷേ മനോഹരമായ ആ മന്ദിരം കേടുവരുത്താൻ പാടില്ല. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അകത്തെ ഭക്ഷണം തീർന്നു. പടയാളികൾക്ക് ഭക്ഷണമില്ല, ജനസാമാന്യങ്ങൾക്ക് ഭക്ഷണമില്ല. സ്ത്രീകളും കുഞ്ഞുങ്ങളും വിശപ്പ് കൊണ്ട് കരയാൻ തുടങ്ങി. ദുരന്തം പല രൂപത്തിൽ വന്നു. ഭക്ഷ്യക്ഷാമം ശക്തമായപ്പോൾ യെരുസലേമിനകത്തകപ്പെട്ടു പോയ മനുഷ്യർ സ്വന്തം ചെരുപ്പ് ഭക്ഷിക്കാൻ തുടങ്ങി. ചീഞ്ഞഴുകിയ ഒട്ടകത്തിൻ്റെ തോലും അവശിഷ്ടങ്ങളും ഭക്ഷിക്കാൻ തുടങ്ങി. വാദ്യോപകരണങ്ങൾ കടിച്ചുകീറി അതിലെ തോലുകൾ ഭക്ഷിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞ് സ്വന്തം തുണി ഭക്ഷിക്കാൻ തുടങ്ങി. നിലത്ത് വിടരുന്ന പുല്ലുകൾ ഭക്ഷിക്കാൻ തുടങ്ങി. ഇതൊക്കെ അതിശോക്തി എന്ന് തോന്നും. പട്ടിണിയുടെ ആധിക്യം കൊണ്ട് മനുഷ്യൻ ഇതൊക്കെ ചെയ്തു പോകും. ഭീകരവും കിരാതവുമായ ആ നിമിഷത്തിലും ചെറുത്തു നിൽക്കാൻ ചില തയ്യാറായി. ഈ തക്കം നോക്കി യന്ത്രമുഷ്ടി എന്നറിയപ്പെടുന്ന പ്രാകൃത ഇരുമ്പായുധം ഉപയോഗിച്ചുകൊണ്ട് ഈ ടൈറ്റസിന്റെ സേന ഇതിൻ്റെ ഒരു കവാടം തല്ലിപ്പൊളിച്ച് അകത്ത് പ്രവേശിച്ചു. പടയാളികൾ അകത്തേക്ക് നിരന്നപ്പോൾ ടൈറ്റസിന് മനസ്സിലായി, വാളുകൊണ്ട് തിരിച്ചു പോരാടാൻ ശേഷിയുള്ള ആളുകൾ കുറവാ. എന്നിട്ടും എവിടേക്കോ സൂക്ഷിക്കപ്പെട്ടിരുന്ന രാജ്യസ്നേഹികളായ അനവധി പടയാളികൾ വന്ന് തലങ്ങും വിലങ്ങും ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിനൊടുവിൽ ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചടങ്ങി. നിരവധി സ്ത്രീകൾക്ക് പ്രാണൻ നഷ്ടപ്പെട്ടു. താഴെ വീണ് പ്രാണന് വേണ്ടി കീഴുന്നവരുടെ നെഞ്ചിലൂടെ കുതിരകളെ പായിച്ച് ആ ടൈറ്റസിന്റെ പടയാളികൾ തലങ്ങും വിലങ്ങും ഓടിയപ്പോൾ യെരുസലേം ആകപ്പാടെ ചോരക്കറ കൊണ്ട് മലീവശമായി. ദീർഘനാളുകൾക്കപ്പുറത്ത് യേശു പ്രവചിച്ചു, യെരുസലേമേ യെരുസലേമേ, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയെങ്കിൽ കൊള്ളായിരുന്നു. നാളുകൾക്കപ്പുറത്ത് യേശു പ്രവചിച്ചതെന്തോ, യേശു പറഞ്ഞതെന്തോ അത് ഉള്ളത്തിൽ ഏറ്റെടുക്കാൻ അധികം പേരുണ്ടായിരുന്നില്ലെങ്കിലും 8, 10, 12 പേരെ ആ വചനം കേട്ട സാധുക്കളെ പോലെ, പൊട്ടന്മാരെ പോലെ, വിഡ്ഢികളെ പോലെ അവർ ഉൾക്കൊണ്ടെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഭൂരിപക്ഷത്തിന്റെ പ്രതികരണത്തിലല്ല, വചനം കേൾക്കുന്ന ന്യൂനപക്ഷത്തിന്റെ ഹൃദയത്തിന്റെ സമഗ്ര സമർപ്പണത്തിലാ അവിടുത്തെ വിടുതൽ അന്തർലീനമായിട്ടുള്ളത് എന്നതുകൊണ്ട് ആ ചുരുക്കം ചിലരായ 12 പേരെ കൊണ്ട് ഉലകത്തിന്റെ 5 വൻകരകളിലും മഹത്തരമായ സുവിശേഷം എന്ന സമാധാന സന്ദേശം യേശു എത്തിച്ചതെങ്കിൽ കർത്താവ് പറഞ്ഞു,
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. ലോകം തരാത്തൊരു സമാധാനം ജീവിതത്തിൽ ആർജിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമാധാനം കിട്ടാത്ത ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരുവാൻ കരുത്തുള്ളവന്റെ സുവിശേഷം ഞങ്ങൾ ഇന്നും ആവർത്തിക്കുന്നു. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. ഒടുക്കം ഈ ദേവാലയത്തിൻ്റെ അകത്തേക്ക് കടന്ന ഒരു സൈനികൻ അരണ്ട വെളിച്ചത്തിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോകുമ്പോൾ എന്താ ആലയത്തിൻ്റെ മനോഹാരിത! പത്മരാഗക്കല്ലുകൾ, ഗോമേതകമുത്തുകൾ, ഇന്ദ്രനീലവും വൈഡൂര്യവും ഒക്കെ കൊണ്ടുള്ള നിരവധി ശില്പങ്ങൾ. കാഴ്ചകൾ കണ്ടു പോകവേ അയാൾക്ക് വ്യക്തത വരാൻ വഴികാട്ടിയുടെ പക്കൽ നിന്ന് ഒരു പന്തം മേടിച്ച് ചുഴറ്റി. അത് കൈവിട്ടുപോയി. തിരശീലയിൽ സ്പർശിച്ചു, തീ പിടിച്ചു. ഒലിവെണ്ണകൾ നിറച്ചു വച്ച ക്യാനുകളിലൂടെ തീ പടർന്നു. തീ ദേവദാരു പലകകളെ ആശ്ലേഷിച്ചു. മച്ചും പലകകളുമൊക്കെ കത്തി 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 അകത്ത് കുടുങ്ങിയ പലരും മരിച്ചു. ആളിക്കത്തുന്ന തീക്കുള്ളിൽ നിന്ന് ആർത്തനാദം പുറത്തു വന്നു. ചിലരൊക്കെ ചിതറിയോടി. ടൈറ്റസ് ഇതൊക്കെ നിർവികാരതയോടെ ഉത്തരവിട്ടുകൊണ്ട് മലമുകളിൽ നിന്ന് കാണുക. യെരൂശലേം കൈക്കൊമ്പിളിൽ വാരിയെടുത്ത് മാറ്റാവുന്ന ഒരു പിടി ചാരമായി കൺമുമ്പിൽ അവശേഷിക്കുന്ന കാഴ്ച ടൈറ്റസ് കണ്ടു. മാസങ്ങൾ നീണ്ടുനിന്ന തീയണഞ്ഞപ്പോൾ ആരോ ടൈറ്റസിനോട് പറഞ്ഞു, സർ, ഇതിനകത്തെ വിലമതിക്കാനാവാത്ത സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ട്, വഴിപാടുകൾ. അതെടുക്കണം. തീയിൽ വെന്ത് കിനിഞ്ഞിറങ്ങി കെട്ടിടത്തിൻ്റെ അടിത്തറയിലേക്ക് ഒരു നിധി പോലെ അവ കൂടിക്കിടപ്പുണ്ടാകാം. ശേഖരിക്കണം. ഇരുമ്പ് കലപ്പകൾ കൊണ്ട്, ആനകളെ വരുത്തി ഇരുമ്പ് കലപ്പകൾ കൊണ്ട് ഈ കല്ലുകൾ ഓരോന്ന് പിഴുതുമാറ്റി. സ്വർണ്ണക്കട്ടി തേടി ടൈറ്റസിൻ്റെ അനുചരന്മാർ പണിയെടുക്കുമ്പോൾ യേശു പറഞ്ഞ പ്രവചനം 100% നിറവേറി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ മന്ദിരം പൊളിയും. ഇതാണ് ആ വാക്കിൻ്റെ തൂക്കം, അതാണ് ആ വാക്കിൻ്റെ ഗൗരവം. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു വാഗ്ദത്തമെങ്കിലും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് പറഞ്ഞ ഒരാലോചന മതി ആജീവനാന്തം ജീവിക്കാനെങ്കിൽ. ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലെ നിരാശകളോ കഷ്ടപ്പാടുകളോ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെന്നുള്ള ദുഃഖങ്ങളോ എല്ലാം അവയ്ക്ക് അറുതി വരുത്തിയിട്ട് ഈ രാത്രി നമ്മുടെ വിടുതലിൻ്റെ രാത്രിയാ, നമ്മൾ ഇടപെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ രാത്രിയാ, അവിടുത്തെ വാഗ്ദത്തം നിറവേറുന്ന രാത്രിയാ. ആ വാഗ്ദത്തത്തിന് കാതുകുറിപ്പിച്ചു കൊടുക്കണം. ആ വാഗ്ദത്തത്തിന് ഹൃദയമേൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോഴേ ഇത് കഴിഞ്ഞ് യെരൂശലേമിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ജൂതന്മാർക്ക് ദുഃഖം. അന്നൊരു കൽപ്പന പുറപ്പെട്ടു, ഇനിയൊരു യഹൂദനെയും യെരൂശലേമിൽ കാണരുത്. അങ്ങനെ ജൂതന്മാരുടെ നല്ലൊരു ഭാഗം AD 70 തന്നെ ഇവിടം വിട്ടു. കഷ്ടിച്ചൊരു 50 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ AD 123 രാജ്യം ഭരിക്കുന്ന ഹദ്രിയൻ എന്നൊരു ചക്രവർത്തി ഉണ്ട്. അയാളൊരു ഉത്തരവ് ശക്തിപ്പെടുത്തി. യെരൂശലേമിലെന്നല്ല, പാലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവിലെവിടെയും ഒരൊറ്റ യഹൂദനെ കാണാൻ പാടില്ല. പോകൊള്ളാൻ വൈപ്പ് ഔട്ട് ചെയ്തു, തുടച്ച് നീക്കി യഹൂദനെ. ഇനിയേ ഈ സ്ഥലത്തിന് പാലസ്തീൻ എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് കൂടി പറയാം. സത്യത്തിൽ അങ്ങനെ ഒരു പേര് വരേണ്ട കാര്യമില്ല. ഈ പാലസ്തീൻ എന്ന പേരിടാൻ കാരണം ധാരാളം രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ലോകത്തിലെ മിക്ക സ്ഥലങ്ങളും വെട്ടിപ്പിടിച്ച് കാൽക്കീഴാക്കിയ റോമക്കാർക്ക് യഹൂദന്മാരോട് വല്ലാത്ത വിരോധമായിരുന്നു. അതുകൊണ്ട് അവരുടെ രാജ്യത്തെയും ജനതയെയും അവരുടെ സംസ്കാരത്തെയും അവഹേളിക്കാൻ ഈ കക്ഷികൾ
ഒരു പേരിട്ടു. എന്താ കിട്ടിയ പേരെന്നറിയണ്ടേ? തങ്ങളുടെ ശത്രുക്കളായ ഫെലിസ്ത്യരുടെ പേരിട്ട് ഒരു ലാൻഡിനെ വിളിച്ചു. ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്നർത്ഥത്തിൽ പാലസ്തീൻ. അതാ ഇന്നീ കേൾക്കുന്ന പേര് TV വന്ന് അന്തിച്ചർച്ചയ്ക്ക് ഇരിക്കുന്ന കക്ഷികൾക്ക് ഇത് വല്ലതും പിടികിട്ടു? അല്ലെങ്കിൽ താങ്കളൊന്ന് പറയുന്നത് എവിടുന്നാണ് വന്നേ? അല്ലെ നിങ്ങൾ പറ പാലസ്തീൻ എന്നുള്ള പേരെങ്ങനെ ഉണ്ടായി? റോമക്കാരിട്ട പേരാ. അതുകൊണ്ട് പുതിയ നിയമത്തിലേത് കാണൂ, പഴയ നിയമത്തിൽ പാലസ്തീൻ ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഇസ്രയേൽ എന്ന് വിളിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പേരെന്തായി? പാലസ്തീൻ. ഇനി AD 70 ആരംഭിച്ച് 123 ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് ജൂതന്മാർ ചിതറി. യഹൂദനില്ലാത്ത ഒരു രാഷ്ട്രമായി ഇസ്രയേൽ മാറി. ചിതറിയ ജൂതനൊരു പ്രത്യേകത ഉണ്ട്. അവൻ ലോകത്തെവിടെ പോയാലും ബഹുഭൂരിപക്ഷം എടുത്ത ആളുകൾ അവരുടെ സംസ്കാരം സൂക്ഷിക്കും, ഭാഷ സൂക്ഷിക്കും, ആഹാര രീതികൾ സൂക്ഷിക്കും, മതദർശനങ്ങളും മതകൃതികളും സൂക്ഷിക്കും. നമ്മളിവിടെ അങ്ങനെ പെട്ടെന്ന് ഇടപഴകുകയല്ല. ഇടപഴകി നൂർത്ത് കേസും പഴക്കമൊന്നുമില്ല. അതെല്ലാവരും കൊല്ലാനൊന്നും പോയാൽ പോയി, അത്രേ ഉള്ളൂ. എല്ലാ പുറകെ ഇരുന്ന് തല വെട്ടുക, ഈ പണിയൊന്നുമില്ല. അവൻ പോയി, അത്രേ ഉള്ളൂ. ഇന്നും ഒരു ജൂത പെൺകുട്ടിയെ മുണ്ടക്കയത്തുനിന്ന് ഒരാൾ കല്യാണം കഴിച്ചു എന്നോർത്ത് അവിടെ നിന്ന് ആരും ഇളകി വരികയല്ല. അവൾ പോയാൽ പോയി, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അവരൊരാൾ നിരീശ്വരനായിപ്പോയി, അവൻ്റെ കാര്യം പോട്ടെ, അല്ല അവിടെ വിഷയമൊന്നുമില്ല. വ്യക്തി സ്വാതന്ത്ര്യം ഭയങ്കരമാണ്. അത് ഞാൻ ക്രമേണ പറയാം. ഇങ്ങനെ ചിതറിപ്പോയ ജൂതൻ്റെ ചരിത്രത്തിന് ഏതാണ്ട് 1900 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചിതറി നാടിൻ്റെ പലയിടങ്ങളിലേക്ക് പോയ ജൂതൻ പോയ സ്ഥലങ്ങളിലെല്ലാം വലിയ സമ്പന്നനായി മാറി. അനേക നാളുകൾക്കൊണ്ടാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും സമ്പന്നമായ കമ്പനികളൊക്കെ അവൻ്റെയാണ്. ഏറ്റവും ശക്തമായ സ്ഥാപനങ്ങൾ അവൻ്റെയാണ്. നമ്മളറിയല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഫേസ്ബുക്കും വാട്സാപ്പും ഇങ്ങനെ ജനകീയമായ സംഭവങ്ങളൊക്കെ തന്നെ ജൂതൻ്റെയാണ്. മെറിൽ ലിഞ്ചും ലീമാൻ ബ്രദേഴ്സും പോലെയുള്ള ലോക സമ്പന്നമായ ബാങ്കുകളൊക്കെ പൊട്ടി. ജൂതൻ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇടപാട് നടത്തുന്ന ബാങ്കുകൾ ശക്തിപ്പെട്ടു. ഈ ബാങ്ക് എന്ന് പറയുന്ന ആശയം തന്നെ ജൂതൻ്റെയാ. പലിശയ്ക്ക് പണം കൊടുക്കുക എന്ന ഏർപ്പാട് ജൂതൻ്റെയാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മർച്ചൻ്റ് ഓഫ് വെനീസ്, വെനീസിലെ വ്യാപാരി, ഷേക്സ്പിയറുടെ കൃതി. ഷേക്സ്പിയറുടെ മർച്ചൻ്റ് ഓഫ് വെനീസിലെ കഥാപാത്രം എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു ജൂതനാണ്. ഷൈലോക്ക് എന്നാണ് അയാളുടെ പേര്. പലിശ പിരിക്കുന്ന ക്രൂരൻ. സത്യമായിരുന്നതല്ല. പലരോട് പണം വാങ്ങി നമുക്ക് തന്നിട്ട് നമ്മുടെ പക്കൽ നിന്ന് പലിശ വാങ്ങി അവൻ്റെ മുതലും അല്പം ലാഭവും തിരിച്ചടച്ചിട്ട് ബാക്കി സ്വന്തമാക്കുന്ന ഷൈലോക്കിൻ്റെ പലിശ സംസ്കാരം അവൻ തുടങ്ങി. പോയിടത്തെല്ലാം അവൻ സമ്പന്നനായി. അവൻ പോയ സ്ഥലങ്ങളിൽ ആർജിച്ച സമ്പത്ത്, സൗകര്യങ്ങൾ, അറിവ്, ഇതൊക്കെ നിമിത്തം പ്രശംസിക്കപ്പെടേണ്ടതിന് പകരം അവൻ അനാദരിക്കപ്പെട്ടു. ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം അവന് കിട്ടിയ സ്വീകാര്യത നഷ്ടമായി. അതിൻ്റെ കാരണം ചെറുതല്ല. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പണം പിരിച്ചിട്ട് ഞങ്ങളിൽ ഒരാൾക്ക് പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പണം കൊണ്ട് നീ സമ്പന്നനാവുകയാ, നീ ഗുണ്ടാപ്പിരിവ് നടത്തുക. നിരവധി ആരോപണങ്ങളിലൂടെ ജൂതനെ ഒറ്റിപ്പൊടുക്കുന്ന രീതിയും ശൈലിയും സംജാതമായി. ഒടുക്കം അത് ശക്തിപ്പെട്ടിട്ട് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ജൂതന്മാർ പീഡിപ്പിക്കപ്പെട്ടു. യൂറോപ്പിൻ്റെ മേഖലകളിൽ ജൂതന്മാരെ അതികിരാതമായി പീഡിപ്പിച്ചു. റഷ്യയിൽ സർചക്രവർത്തിമാർ പീഡിപ്പിച്ചു. അങ്ങനെ പോയ സ്ഥലങ്ങളിൽ ഇറ്റലിയിൽ മുസോളിനി, ജർമ്മനിയിൽ ഹിറ്റ്ലർ, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ദാരുണമായ യഹൂദ പീഡകൾ നടന്നു. ആ പീഡകളുടെ ചരിത്രം പലതും ഒരു പൊതുജനസമക്ഷം വിവരിച്ചുകൂടാ. അതിന് ചില ചരിത്രപരമായ കാരണങ്ങളുണ്ട്. എന്താണ് ആ കാരണം? അതിൽ ചില കാരണങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ജൂതന്മാരുടെ ചെയ്തികളും പ്രവൃത്തികളും സത്യദൈവത്തെ വിട്ട്, വചനത്തിൻ്റെ പരിധി വിട്ട് തെറ്റായ നിലയിലേക്ക് പോകുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് ബാൽദേവനെ സേവിക്കുമ്പോൾ,
സത്യദൈവ നമസ്കാരം വിട്ട് അനീതിയുടെ വഴിയിലൂടെ പോകുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ഈ പുസ്തകത്തിലെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നിന്റെ ദൈവമായ യഹോവ ഭൂതലത്തിലൊക്കെ നിന്നെ ചിന്നിച്ചിതറിക്കും. വീണ്ടും പറഞ്ഞു, നീ പുസ്തകത്തിലെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നേരം വെളുക്കുമ്പോൾ സന്ധ്യയായെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ആശ്വാസത്തിനായി നീ കേണുകൊണ്ടിരിക്കും. സന്ധ്യയാകുമ്പോൾ നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നീ അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെല്ലുന്നിടത്തൊക്കെ ഭീതി നിന്നെ കാത്തിരിക്കും. അങ്ങനെ വേദനാജനകമായ പരിസ്ഥിതിയിൽ കൂടി പോകാതിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രമാണം നെഞ്ചേറ്റിൽ ആളിക്കാൻ, അന്ന് കൊടുത്ത വചനം പ്രമാണിക്കാതെ, യേശുവെന്ന രക്ഷകനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെ തള്ളിക്കളഞ്ഞ വിചാരണ വേദിയിൽ വെച്ച് ഈ കുറ്റകൃത്യത്തിന്റെ പരിണിത ഫലം ഏറ്റെടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ പീലാത്തോസിനെ നോക്കിക്കൊണ്ട് ഒരു പറ്റ മാർത്തു വിളിച്ചു, അവന്റെ രക്തം, ആ രക്തത്തിന്റെ പ്രതികാരം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം നമുക്ക് വിടുതലും അനുഗ്രഹവും വിമോചനവും രോഗശാന്തിയുമായി വർത്തിച്ചപ്പോൾ ഈ നിയമരക്തത്തെ മലിനമെന്നെണ്ണുന്നവനെ നോക്കിക്കൊണ്ട് അതിനൊരു പ്രതികാരത്തിന്റെ സ്വഭാവമുണ്ട്, അത് മറക്കേണ്ടതില്ല. ഭക്തൻ എന്ന് പറയുക, അവന്റെ രക്തം ഞങ്ങളുടെ മേലും സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്, അതൊരു ദൈവകൃപയാണ്. ആ രക്തമാണ് നമ്മെ വിടുവിച്ചത്, ശക്തിപ്പെടുത്തിയത്, നിലനിർത്തിയത്, ഉദ്ധരിച്ചത്. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തം നമ്മുടെ ജീവൻ പ്രതിസന്ധി അതിജീവിക്കുന്ന ശക്തിയാണെങ്കിൽ ആ രക്തത്തെ അവഹേളിച്ചു, അതിന്റെ ശക്തിയെ നിരാകരിച്ചു, ന്യായവിധി ചോദിച്ചു വാങ്ങിയവന്റെ തലമുറ ഉലകം മുഴുവൻ ചിതറി. ദാരുണമായ പീഡയ്ക്കവൻ വിധേയനായി. അങ്ങനെ പീഡ ശക്തിപ്പെട്ടു. ഹിറ്റ്ലറുമൊക്കെ പീഡിപ്പിച്ചു. ഞാൻ സമയക്രമമനുസരിച്ച് അത് പറയാം. ഇതെല്ലാം പറയുമ്പോൾ അവനെ പീഡിപ്പിക്കാത്ത ചില രാജ്യങ്ങളുണ്ടായിരുന്നു. മിക്കവാറും അമേരിക്ക പോലെയൊക്കെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അവനെ ഉൾക്കൊണ്ടു. അവനെ പീഡിപ്പിക്കാത്ത മറ്റൊരു രാജ്യമുണ്ട്, പറയാമോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. സാറേ, 1885 മുമ്പൊന്നും ഇന്ത്യ ഇല്ലയെന്ന്. നമുക്ക് കേരളം എന്നങ്ങ് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അത്രയും സൗജന്യമൊന്നും വെച്ചെടുക്കണ്ട. നമ്മുടെ ആനുകൂല്യം പറ്റി. അതിന് പരിധിയുണ്ട്. പിടികിട്ടിയോ? നമ്മളീ പഠിച്ച ചരിത്രം പകുതിയും തെറ്റാ. ചേര ചോള സാമ്രാജ്യം, നല്ലപോലെ ഒരു കുതിരയ്ക്ക് ഓടാൻ സ്ഥലമില്ല, അവിടെ സാമ്രാജ്യം. കേരളത്തിൽ സാമ്രാജ്യം ഉണ്ടായിരുന്നു. എന്തൊരു തമാശ! ഒരു സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞ് എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇട്ടാവട്ടത്തിനാണോ സാമ്രാജ്യം? അന്നത്തെയൊക്കെ രാജാക്കന്മാരുടെ അവസ്ഥ ഞാൻ അടുത്ത കാലത്ത് 1-2 വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മളീ പണ്ട് രാജാവെന്നൊക്കെ വിളിച്ചവൻ്റെ വസ്ത്രധാരണം കണ്ടാൽ തന്നെ മനസ്സിലായി എന്തോ ഒരു ദാരിദ്ര്യമായിരുന്നവന്. മനസ്സിലായോ? വലിയ ദാരിദ്ര്യമായിരുന്നു. ഞാനും ഒരു സുഹൃത്തും കൂടെ തിരുവനന്തപുരം പോവാൻ നേരം ഉണ്ടായിരുന്നുകൊണ്ട് പോകുമ്പോൾ ഒരു കൊട്ടാരം കാണാൻ വേണ്ടി കയറി. അപ്പം അന്ന് അവധിയാണ്, കാവൽക്കാരൻ വഴി നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളിത് പറഞ്ഞിട്ടൊന്നും പുള്ളി പറയാൻ നടക്കുകയില്ല. അവസാനം ഞാൻ പുള്ളിയെ കാണേണ്ട രീതിയിലൊന്ന് കണ്ടപ്പോൾ ചോദിക്കുക, സാറിൻ്റെ വീട് എവിടെ? വാ. അങ്ങനെയൊന്നും പുള്ളി ഓരോന്നിങ്ങനെ വിശദീകരിച്ച് തരിക. അപ്പോൾ എനിക്കിതേപ്പറ്റിയൊക്കെ അറിയണമെന്നുണ്ട്. ഇതാരോട് ചോദിക്കാൻ ആ ഗൈഡും ഇല്ല. അപ്പോൾ പറയാം, വെയിറ്റ് ചെയ്യ്, അമ്മ മഹാറാണി ഇപ്പോൾ വരും. ഞാൻ അമ്മ മഹാറാണിയെ കാണാൻ നിൽക്കുമ്പോൾ ഉണ്ട് കീറിയ നൈറ്റി ഇട്ടൊരു സഹോദരി ഇറങ്ങി വരുന്നു, അമ്മ മഹാറാണി. എന്നിട്ട് ഇയാൾ എന്നോട് പറയുക, ഉണർത്തിച്ചോളൂ ഉണർത്തിച്ചോളൂ, സങ്കടം ഉണർത്തിച്ചോളൂ. ഞാൻ കുറച്ചുനേരം ഇങ്ങനെ മൗനമായിട്ട് നിന്നു. കാരണം ഒത്തിരി അവിടെ നിന്ന് അവരവരുടെ സങ്കടം എന്നോട് ഉണർത്തിക്കും, പരുവക്കേടാവും. ഞാൻ തിരിയാൻ നേരം പറയാം, എന്നോട് പുള്ളി പറയാം, ഭാഗ്യവാൻ. ഞാൻ ചെന്നാ യുവരാജാവ് വരുന്നുണ്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ ഒരു സഹോദരൻ കയറി വരുന്നു, വെറുമുടായി വിട്ടു. അപ്പം ഇവർ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ കണ്ട് ഞാൻ ലാസ്റ്റ് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യമൊക്കെ? അതൊരു പെൻഷനൊക്കെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി പറയാം, മാത്രമല്ല അല്ല, ഒന്നാന്തരം ജോലിക്കാരനാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയാം, പ്ലംബിങ് ആ പണിയെന്ന്. അടുത്ത് തമ്പുരാനെ, ഒരു കാലത്ത് ഈ നാട് മുഴുവൻ അടക്കി ഭരിച്ച് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തവനായിരുന്നു.
അവൻ്റെ കൊച്ചുമോനായി നിൽക്കുന്നത് നേരെ നിൽക്കാൻ. ഇന്ന് വല്ലവൻ്റെയും കക്കൂസിൻ്റെ പൈപ്പ് പൊട്ടിയെങ്കിലേ അവന് ജീവിക്കാൻ പറ്റൂ. കാലം കരുതി വെച്ച അതൊക്കെ അല്ലേ. പിന്നെ ഇതിപ്പം ഞാൻ വാർത്തയൊക്കെ വായിക്കുമ്പോൾ അമ്പരന്ന് പോയ വാർത്തയാണ്, മഹാറാണി നാട് നീങ്ങി. എടോ, ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച പദമാണ് ഇതൊക്കെ. റാണിയെന്നും രാജാവെന്നൊന്നും ഇനി ആരെയും വിളിക്കാൻ പാടില്ലെന്ന് ഭരണഘടന വായിച്ചു നോക്ക്. പത്രക്കാരനൊന്നും വായിക്കില്ലെന്ന് തോന്നുന്നു. പിടികിട്ടിയോ? ഞാൻ അടൂർ കൺവെൻഷന് പോവാ. അടൂർ കൺവെൻഷന് മുമ്പ് എൻ്റെ സ്നേഹിതൻ 2-3 കൊല്ലം മുമ്പാണ് എന്നെ വിളിച്ചു. ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി. എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശശിയുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. വിളിച്ചു, ശശിയോ? ഞാൻ പറഞ്ഞു, അതെ. ചോദിച്ചു കേട്ടോ പറഞ്ഞു, ഈ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ പേരാ ശശി. മനസ്സിലായില്ലേ? ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇങ്ങനെ വെറും ശശിയാ. കാരണം പ്രജയല്ല, നമ്മൾ പൗരനാകും. സംഗതി മനസ്സിലായില്ലേ? ഭരണഘടന നിയമം മൂലം നിരോധിച്ചു ഇത്തരം ടൈറ്റിൽ. രാജാവ്, രാജ്ഞി, പിന്നെ ഇങ്ങനെ പറഞ്ഞു കിടക്കാന്നുള്ളൂ. രാജാവാണെന്നൊക്കെ. ഇത്തരം ചെറിയ ചെറിയ നാടുകൾ ഭരിച്ച നാടുവാഴികളുണ്ടായിരുന്നു പണ്ട്. അവരുടെ ഗതികേട് കാരണം ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. തിരുവിതാംകൂർ, കൊച്ചി, അങ്ങ് മലബാർ. ഈ കൊച്ചിക്ക് പറയുന്ന പേരാണ് പെരുമ്പടപ്പ് സ്വരൂപം. ഈ പെരുമ്പടപ്പ് സ്വരൂപം ഭരിച്ച രാജാവിൻ്റെ കൊട്ടാര ഓലയായിരുന്നു. ഈ ഓലമേഞ്ഞ കൊട്ടാരത്തിന് ഓടിടണമെന്നുണ്ടെങ്കിൽ കൊച്ചി രാജാവിൻ്റെ അനുമതി മേടിക്കണം. കാശില്ലാഞ്ഞിട്ടല്ല, പുള്ളി പറയാം, ഓടിട്ടോ. എൻ്റെ അർത്ഥം ഇയാളോളം വലിയ ആളാകരുതെന്ന്. അതിനാ ഇത്തരം കക്ഷികൾ ഭരിച്ച സ്ഥലമാണ് കേരളം. മനസ്സിലായില്ലേ? ഈ കൊച്ചു നാട്ടുരാജ്യങ്ങൾ. ഞാനത് കാണുമ്പോൾ ഓർക്കാറുണ്ട്, നമ്മുടെ ഒരു സെൻറ്ററിൻ്റെ പോലും കപ്പാസിറ്റി ഇല്ല. അതിലും എത്രയും മാന്യമായിട്ട് നമ്മുടെ സെൻട്രൽ പാസ് കഴിയുന്നത്. മനസ്സിലാകുന്നില്ലേ? അതിലും എത്രയോ അധികാരം അദ്ദേഹത്തിനുള്ളത്. ശരിയല്ല ഞാൻ പറഞ്ഞേ, തല കുലിക്കാൻ പാടാ. എനിക്ക് മനസ്സിലായി. പോട്ടെ. അപ്പോൾ കൊച്ചി രാജ്യം പെരുമ്പടപ്പ് സ്വരൂപം. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു സ്ഥലങ്ങൾ. അതിന് കീഴിൽ ഒത്തിരി രാജ്യങ്ങളുണ്ട്. എഴുമറ്റൂർ ഒരു രാജ്യം. ഇപ്പോൾ നമുക്ക് എഴുമറ്റൂർ ഒരു സെൻറ്ററാണ്. അങ്ങനെയാ കാര്യം. ഇങ്ങനെ കൊച്ചു രാജ്യങ്ങൾ. ഇതിനകത്തൊരു രാജ്യം, നമ്മുടെ കൊടുങ്ങല്ലൂരും കൊച്ചിയിലുമൊക്കെ ജൂതന്മാർ വന്നു. ചേരവൻ പെരുമാളെന്ന് പറയുന്നൊരു രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് 72 പദവികൾ കൊടുത്തു. 72 പദവി എന്നൊക്കെ കേട്ടാൽ അവിടെ ആ ചേപ്പേടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചെമ്പ് കൊണ്ടുള്ള തകിടിൽ പുള്ളിക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തത് സംഗതി കേട്ടാൽ നമ്മളായിട്ട് അവർക്ക് ഭയങ്കര സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വഴി കൂടെ നടക്കുമ്പോൾ തലപ്പാവ് ധരിക്കാം, വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ കുരവയിടാം, നിങ്ങൾക്ക് ചെണ്ടയടിക്കാം, നിങ്ങൾക്ക് ഇടംപിരി വലംപിരി ശംഖ് ധരിക്കാം. ഇങ്ങനെ കുറേ സാധനങ്ങളാണ്. ഈ ചിന്തിക്കടയിൽ കിട്ടുന്ന സാധനമൊക്കെ മേടിച്ച് ദേഹത്തിടാമെന്നാണ് ഈ ചേപ്പേടിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫുട്പാത്തിൽ കിട്ടുന്ന സാധനമൊക്കെ മേടിച്ച് നിങ്ങൾക്ക് വീട്ടിൽ വെക്കാം. ഇതാ ഈ പദവി കിട്ടി എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. പദവി എന്തോ പദവിയാണ് ചങ്ങാതി ഇത്. അപ്പോൾ ഇത് കേൾക്കും ഓർക്കണം, പണ്ട് ഇതിനൊന്നും കഴിയാത്ത കാലം ഉണ്ടായിരുന്നു കേട്ടോ. കേസായിരുന്നു ഇതൊക്കെ. ആവശ്യമില്ലാത്തവൻ ചെയ്താൽ. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞാണ്. ചില കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞ് കിടപ്പുണ്ട്. നേരമില്ലാത്തതുകൊണ്ടും എസ്കറ്റോളജി ആയതുകൊണ്ടും നമുക്ക് ആ വഴി പോകാൻ വയ്യ. പോട്ടെ. അപ്പോഴേ ജൂതന്മാരിവിടെ വന്നു. ജൂതന്മാർ വരുമ്പം അവരെ സ്വീകരിച്ചു. അവർക്ക് സ്ഥലമൊക്കെ കൊടുത്തു. ചില പുള്ളികൾ പറഞ്ഞ് ഇംഗ്ലീഷുകാർ വന്നപ്പോൾ, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ, ജൂതന്മാർ വന്നപ്പോൾ, ക്രിസ്ത്യാനികൾ വന്നപ്പോൾ, മുസ്ലിങ്ങൾ വന്നപ്പോൾ, സകലരും വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു. ഭയങ്കര ഔദാര്യമായിപ്പോയി. ഇത് എങ്ങനെയാണ് സ്വീകരിച്ചില്ലേ? കച്ചവടത്തിന് അവരെ വിളിക്കുക ഇങ്ങോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്ത് പോവും. അല്ലാതെ നമ്മുടെ ആരുടെയും സന്തോഷത്തിനല്ല, രാജാവിൻ്റെ സന്തോഷത്തിനായി സ്വീകരിക്കുന്നത്. അതൊക്കെ കച്ചവടം നടത്തണം. അതിനാ ഇന്ത്യയിലെ ഏത് രാജാവാണ് മാനം മര്യാദയ്ക്ക് രാജ്യം ഭരിച്ചെന്ന് പറഞ്ഞാൽ കൊള്ളാം. ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ബഹുമാനിച്ച് ഭരിച്ച രാജാവിൻ്റെ പേരെന്ന് പറ. ഒരുത്തനുമില്ല. ജനാധിപത്യം വന്നപ്പോഴാണ് മനുഷ്യന് ബോധവും വിവേകമൊക്കെ ഉണ്ടായത്. അങ്ങനെ ആ വിദ്യാഭ്യാസ സാർവത്രികമായത്. പോട്ടെ. അപ്പോൾ ജൂതന്മാരെ ഇവിടെ ഉൾക്കൊണ്ടു. നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞു. അവർക്ക് കൊടുത്ത സ്ഥലം. അതിന് മുമ്പ് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ഏതാണ്ട് അതേ കാലത്തൊക്കെ വരുമ്പോൾ ആ കൂടെ ഒരു ക്രൈസ്തവ പ്രമാണിയായ മാത്തനുണ്ടായിരുന്നു. മാത്തൻ കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയയ്ക്ക് പേരിട്ടു. മാത്തൻ്റെ പേരിൽ പതിച്ചു കൊടുത്ത ചേരി, മാത്തൻ ചേരി. ഈ മാത്തൻ ചേരി ഈ ജൂതന്മാർക്ക് വർദ്ധിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മാത്തന്മാർ ഇവിടെ ജൂതന്മാർ താമസിക്കട്ടെ,
അവർ കൊടുത്തു. ആ മാത്തഞ്ചേരി എന്ന് പറയാനോ എഴുതാനോ ഉള്ള ത്രാണി സായിപ്പിനില്ലാത്ത പോയിട്ടുണ്ട്. അയാൾ എഴുതി മട്ടാഞ്ചേരി എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ആ ജൂതത്തെരുവൊക്കെ അവിടെ വന്നേ. ഞാൻ 2 ആഴ്ച മുമ്പ് ഈ ജൂതത്തെരുവിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സ്ഥിരീകരിക്കാൻ പല കാര്യങ്ങൾ. അപ്പോൾ ചർച്ചിൽ നിന്ന് ആളുകളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോയി ക്ലാസ് എടുക്കാൻ വേണ്ടി ഇരിക്കുക. ഇതൊക്കെ പഠിക്കണം കാര്യങ്ങൾ. അടുത്ത രാജാവിൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം. ചുമ്മാ ഈ മുണ്ടക്കാൻ വേണ്ടി നടക്കുന്ന നേരം മതി. അങ്ങോട്ട് ഇല്ല, കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് വാ. സ്തോത്രം. അപ്പോൾ ബാക്കി ലോകത്തിൻ്റെ എല്ലായിടത്തും അവനെ പീഡിപ്പിച്ചു. അങ്ങനെ പീഡനം ഏറ്റുവാങ്ങി അതിൻ്റെ ക്ലൈമാക്സിൽ ജൂത സമൂഹം അനുഭവിച്ച കാഠിന്യങ്ങൾ പലതായിരുന്നു. എന്തൊക്കെയാണ് ചിലതെന്ന് ഞാൻ പറയാം. അവരെ ചെറിയൊരു കുറ്റത്തിന് പോലും ഹിറ്റ്ലർ പീഡിപ്പിച്ചു. കുറ്റവാളി എന്ന ചാപ്പ കുത്തിയത് പ്രത്യേക രീതിയിലായിരുന്നു. ഒരു ജൂതനെ പിടിച്ചാൽ 2 പേർ തമ്മിൽ കലഹമുണ്ടായാൽ അപ്പുറത്ത് നിൽക്കുന്നൊരു ജൂതനാണെന്ന് ഉറപ്പായാൽ കാര്യമായ വിചാരണയൊന്നും വേണ്ട, അവൻ കുറ്റവാളിയാണ്. ചോദ്യം പുറത്തില്ല. ഈ കുറ്റവാളിക്കൊരു ടീഷർട്ട് കിട്ടും. അത് ഭയങ്കരമാണല്ലോ അല്ലേ? പിന്നെ ഈ ടീഷർട്ടേ പുള്ളിക്ക് ഇടാൻ പറ്റുള്ളൂ. ആ ടീഷർട്ടിൽ ഒരു നക്ഷത്ര ചിഹ്നത്തിൻ്റെ പകുതി കാണും, ഒരു ത്രികോണം. ആ ടീഷർട്ടും ഇട്ടേ നടക്കാവൂ. ഇതിൻ്റെ അർത്ഥം ഇയാളെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, വീട് അറമുറിക്കുന്നവനാ, ഏറ്റുമുട്ടുന്നവനാ, കൊള്ളക്കാരനാ, നേരാണോ കള്ളമാണോ എന്ന് അറിയണ്ട. ആളുകൾ ഇവനെ കുറ്റവാളി എന്ന് കാണും. ബാങ്കിൽ നിന്നാൽ, പൊതുസ്ഥലങ്ങളിൽ ചെന്നാൽ, വാഹനത്തിൽ കയറാൻ ചെന്നാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ മാറിക്കോണം. അവൻ മാറിക്കോണം, അല്ല അടി കിട്ടും. രണ്ടാമതൊരു തവണ കൂടി കുറ്റം ചാർത്തിയാൽ ഈ ത്രികോണത്തിൻ്റെ തിരിച്ചൊരു ത്രികോണം കൂടെ വരയ്ക്കും. ഇപ്പോൾ ഒരു നക്ഷത്രമാകും. ഈ നക്ഷത്രത്തെ വിളിച്ച പേര് ദ സ്റ്റാർ ഓഫ് ഡേവിഡ്, ദാവീദിൻ നക്ഷത്രം. ദാവീദിൻ നക്ഷത്രം ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. പരിഹസിക്കാനിട്ട പേരാണ്. ഇവൻ ഏത് സമയത്തും ഇനി അകത്തു പോകാം, ഒരു തവണ കൂടി ചെയ്താൽ, അല്ലെ കൊല്ലപ്പെടാം. ഇങ്ങനെ അവഹേളിച്ചു. ജൂതൻ്റെ കുട്ടികൾ പഠിക്കുന്ന കലാലയത്തിൽ എത്ര മാർക്ക് വാങ്ങിയാലും റാങ്ക് നൽകില്ല. കാരണം പറയും, നീ ജൂതൻ്റെ കൊച്ച, അതുകൊണ്ടേ നീ കള്ളമേ പറയൂ, ശരി പറയില്ല, നീ കോപ്പി അടിച്ചതാ. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ ചെന്നാൽ തദ്ദേശവാസികളിലെ അവസാനത്തെ ആളും കടന്നു കയറിയാലേ ഒരു ജൂതന് കയറാൻ പറ്റൂ. കയറിയാൽ ഇരട്ടി ടിക്കറ്റ് കൊടുക്കണം, സീറ്റ് കിട്ടില്ല. അഥവാ സീറ്റിലിരുന്നാൽ ആരെങ്കിലും വന്നാൽ മാറിക്കൊടുക്കണം. ചില കടകളിൽ ബോർഡ് എഴുതി വെച്ചു, ജൂതന്മാരുമായി ഡീലിങ്സ് ഇല്ല, പ്രവേശനമില്ല. ജൂതന് പ്രവേശനമില്ലാത്ത തീണ്ടാപ്പലകൾ കൊണ്ട് യൂറോപ്പിൻ്റെ കടകമ്പോളങ്ങൾ നിറഞ്ഞു. ഒറ്റപ്പെട്ടും വേദനിച്ചും കഴിയുന്ന ജൂതൻ ഇതിന് ഒരു പ്രതിവിധി തേടി ഒരിക്കൽ അവരുടെ സമൂഹമായി സംഘടിച്ച് വിയന്നയിൽ ഒരു സമ്മേളനം കൂടി. ആ സമ്മേളനാനന്തരം അവർ പറഞ്ഞു, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നമ്മുടെ സമശിഷ്ടങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, നമുക്ക് ഒത്തുചേരണം, ഒരുമിച്ച് വസിക്കണം, നമുക്കല്പം സ്ഥലം കിട്ടണം. അതിന് ഒരു ഓഫറിങ് എടുക്കാൻ പോവാണ്. ഇന്നീ പണം തരാൻ കഴിയില്ലാത്ത ആളുകൾ ഒരു കുറിപ്പെഴുതി തന്നാൽ മതി. ഒടുക്കം ഓഫറിങ് എടുത്തപ്പോൾ കിട്ടിയത് പ്രതീക്ഷിച്ചതിൻ്റെ 3 ഇരട്ടി തുകയാണ്. പ്രതീക്ഷിച്ചതിൻ്റെ 3 ഇരട്ടി ഡോളർ അവ ശേഖരിച്ചെടുത്തിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു അപേക്ഷ വെച്ചു, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു ജില്ല തരുമോ? പണം തരാം. ഇപ്പോൾ എടുക്കുന്ന അഭയാർത്ഥികളിൽ കൂടുതലായി ആരെയും എടുക്കാൻ കഴിയില്ല. അപേക്ഷ നിരാകരിച്ചുകൊണ്ട് തിരിച്ചുവിട്ടു. പലരോടും ചോദിച്ചു വെച്ച് അവസാനം ഒത്തുവസിക്കാൻ ഒരു പഞ്ചായത്തെങ്കിലും വെറുതെ അല്ല, വില തരാം. കിട്ടിയില്ല. ഒടുക്കം അവരിൽ ഒരു പ്രമാണി പറഞ്ഞു, നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ട്. പണ്ട് AD 70 നമ്മുടെ പൂർവികർ ഇട്ടെറിഞ്ഞിട്ട് പോന്ന 125 നമ്മളെ പാടെ കളഞ്ഞ ആ പുരാതനമായ ഇസ്രയേലില്ലേ, യെറുസലേമില്ലേ, പാലസ്തീൻ എന്ന് വിളിക്കുന്ന സ്ഥലമില്ലേ, അവിടെ വേണ്ടേ കാട് പിടിച്ചു. ആർക്കും വേണ്ടാതെയും കുറേ ഗ്രാമവാസികൾ പാർത്തും കിടപ്പുണ്ട്. നമുക്കത് വിലക്ക് ചോദിച്ചാലോ? ആ ഭാഗം വന്ന് തുർക്കികൾ എന്നിന്ന് വിളിക്കുന്ന സമൂഹത്തിൻ്റെ കയ്യിലാണ്. ഓട്ടോമൻ തുർക്കികളുടെ ഭരണാധികാരി ഹുസൈൻ ചക്രവർത്തിയെ നേരിട്ട് കാണാൻ ഒരു നിവേദക സംഘം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി.
ചക്രവർത്തിയെ വണങ്ങി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ചക്രവർത്തി പറഞ്ഞു, മക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന പീഡയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് രാജ്യം തരികയും ചെയ്യാം, പണവും വേണ്ട, സൗജന്യമായിട്ട് തരും. സൗജന്യം എന്ന് കേട്ടപ്പോഴേ നമുക്ക് തന്നെ ഒരു ആകാംക്ഷ, പോയാലോ എന്ന്. പക്ഷെ ഒറ്റ വ്യവസ്ഥ, ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? പറയാം. മക്കൾ ഈ യോർദാൻ കണ്ടിട്ടുണ്ടോ? യോർദാൻ ഒഴുകി വന്ന് സമന്വയിക്കുന്ന നമ്മുടെ ഗലീലക്കടൽ കണ്ടിട്ടുണ്ടോ? കണ്ടു. ആ ഗലീലിയ തടാകത്തിലെ വെള്ളം എന്നെങ്കിലും ഒഴുകി ഒലിവുമലയുടെ മീതെ കടക്കും കാലത്ത് തരാമെന്ന്. എന്താ മനസ്സിലായി? ഇതിനാ ഞാൻ ആ ഒലിവുമലയൊക്കെ അവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചേ. മനസ്സിലായോ? ഒലിവുമല എന്ന് ഞാൻ പറയുമ്പോൾ കുഞ്ഞുട്ടിച്ചാൻ ഉറക്കമായിരുന്നു. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് ഒലിവുമല എന്ന് 150 തവണ പറഞ്ഞു. ഉണർന്ന് വന്നപ്പോഴേക്ക് സമയം പോയി. ഈ വെള്ളം ഇതിൻ്റെ മുകളിൽ കയറുമോ എന്നുള്ള തർക്കം. ആട്ടെ, ഈ 10-700 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒലിവുമലയിലേക്ക് ഈ വെള്ളം ഒഴുകി കയറുമോ? കയറൂല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ചിലരുടെ അടുത്തൊരു കാര്യത്തിന് നമ്മൾ എന്നാ ചോദിക്കില്ലേ, അയ്യോ ഇന്നലെ വരാൻ വയ്യായിരുന്നു. എൻ്റെ വല്യപ്പൻ നോക്കിയാൽ ഇന്നലെ വരാൻ പറ്റുമോ? ഇത് അരികലെന്ന് പറയാം, അയ്യോ ഇതങ്ങോട്ട് പോയതേ ഉള്ളൂ ഇപ്പം. നമ്മളവർക്ക് നേരാന്ന് ചുമ്മാ പറയുന്നത്. ഞങ്ങൾ ഈ കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ വീട് തിരക്കി ചെല്ലുമ്പോഴാണ് വാടകയ്ക്ക്. ഇന്നലെ ഒരു വീടുണ്ടായിരുന്നു, അത് ഇവിടുന്ന് കുമളിക്ക് പോയെന്ന്. ഇന്നലെ വരെ ഇവിടെ മുണ്ടക്കയത്ത് 35 നിൽക്കുന്ന സമയം ഞാൻ കണ്ടേച്ച് വന്നേ, ഇന്ന് കുമളി ചെന്ന് കാണുമെന്ന്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നടക്കുകയില്ല. നമ്മളാണെങ്കിൽ പിന്നെ അവിടെ തിരിഞ്ഞ് ചോദിക്കുക, വെച്ചാൽ ഇതെങ്ങനെയാ വെള്ളം കയറുന്നതെന്ന് വെച്ചു. പക്ഷേ അതിലൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അയാൾ തിരിഞ്ഞ് എന്നു പറഞ്ഞു, ചക്രവർത്തി കളിയാക്കുക എന്ന് മനസ്സിലായി. ഞങ്ങളുടെ ആവശ്യകതയുമായി തുലനം ചെയ്യുമ്പോൾ അങ്ങനെയും സംഭവിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ അന്നിത് വാക്ക് പാലിക്കാൻ അങ്ങ് ബാക്കിയുണ്ടാകുമോ എന്നറിയില്ല. വരാൻ പറഞ്ഞു. അവർ പോയി. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1914 ലോകം 2 ശാക്തിക ചേരികളിൽ പിരിഞ്ഞു. ബ്രിട്ടനും റഷ്യയും ഒക്കെ ചേരുന്ന ഒരു അലയൻസ് ഒരു ഭാഗത്ത്, മറുഭാഗത്തെ അലയൻസിൻ്റെ പേര് അച്ചുതണ്ട് ശക്തികൾ, ആക്സിൽ പവർ എന്ന് വിളിക്കുന്ന ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ചേരുന്ന വേറൊരു ചേരി. യുദ്ധം കനത്തു. കുളുമ്പിരിക്കണ്ട ഘട്ടത്തിൽ ബ്രിട്ടനാണ് യുദ്ധത്തിൽ മേധാവിത്വം. നമ്മൾ ബ്രിട്ടന് കീഴിലാണെന്ന് ഇന്ത്യ. നമ്മൾ വാക്കൂടെ നിൽക്കേണ്ടി വന്നു. സാക്ഷാൽ മഹാത്മജി വരെ പറഞ്ഞു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. മനസ്സിലായില്ലേ? ഗാന്ധിജിയുടെ പോലും സമാധാനം കെട്ടുപോയി, അടിച്ചേക്കാൻ പറഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കാരണം നമ്മൾ ബ്രിട്ടീഷായിപ്പോയി അടിക്കാൻ. അങ്ങനെ യുദ്ധം കനപ്പെട്ടപ്പോൾ ഒരപകടം പറ്റി. മഞ്ഞുവീഴ്ചയിൽ, കനത്ത പ്രതികൂല കാലാവസ്ഥയിൽ ബ്രിട്ടൻ കരുതി വച്ച വെടിമരുന്നുകളുടെ ശേഷി നിർവീര്യമായി. യുദ്ധം പരാജയപ്പെടുമെന്നായി. ഹിറ്റ്ലറുടെ സേന അടിച്ചു കയറുകയാണ്. ആ ഘട്ടത്തിൽ വെയ്സ്മാൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യുദ്ധമൊന്നും നിങ്ങൾ തോക്കൂല, നമ്മൾ തോക്കൂല. ഏത് കനത്ത തണുപ്പിലും ഉഗ്രസ്ഫോടനം വർഷിക്കുന്ന അല്ല കരുത്തുറ്റ ആയുധങ്ങളുടെ പരമ്പര എൻ്റെ പക്കലുണ്ട്. അതിൻ്റെ ഫോർമുല ഇന്ന വസ്തുക്കൾ അടുപ്പിക്കണം. അതിൻ്റെ കൂട്ടൊക്കെ പറയാൻ നേരം പോരാ. തീ പിടിക്കുന്ന വസ്തു, ഏത് കനത്ത മഴയിൽ നിന്ന് കത്തുന്ന മണിക്കൂറുകൾ കത്തുന്ന സ്ഫോടനാത്മകമായ വസ്തു, പല കെമിക്കലുണ്ട്. തരാം. പകരം എന്ത് വേണം? എത്ര കോടി ഡോളറും പമ്പ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക ബ്രിട്ടൻ. പക്ഷെ വെയ്സ്മാൻ എന്ന ജൂതൻ പറഞ്ഞു, പകരം എനിക്ക് ക്യാഷ് വേണ്ട. യുദ്ധം നിങ്ങളെ ജയിക്കുമ്പോൾ പാലസ്തീൻ എന്നറിയപ്പെടുന്ന ഈ ഭൂപ്രദേശയിലെ 120 മൈൽ അത് ഞങ്ങൾക്ക് തരണം.
സായിപ്പ് പറഞ്ഞു സമ്മതിച്ചു. സമ്മതിച്ചെന്ന് മാത്രമല്ല യുദ്ധം ജയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്ര വേഗത്തിലൊന്നും അല്ല യുദ്ധം ജയിച്ചത്. നമുക്ക് നേരമില്ലാത്തത് കൊണ്ടും അതൊരു യുദ്ധമായതുകൊണ്ടും ഞാനത് വിടുന്നു. അല്ല, ഏറ്റുമുട്ടലും അടിയൊക്കെ പറയേണ്ടതാണ്. അപ്പോൾ യുദ്ധം വിജയിച്ചപ്പോൾ ഈ പാലസ്തീൻ തുർക്കികളുടെ കയ്യിലിരിക്കുക. തുർക്കികളുടെ കയ്യിൽ നിന്ന് പാലസ്തീൻ പിടിച്ചെടുക്കാൻ ബ്രിട്ടൻ അയച്ചത് ഒരാംഗ്ലിക്കൻ വിശ്വാസിയായിരുന്ന ഒരു ദൈവമകനെയായിരുന്നു, ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി. ഇന്നുകൊണ്ട് അങ്ങോട്ട് കിടക്കാൻ യോർദാന് കുറുകെ ഒരു അല്ലൻബി പാലം, 2 പാലം വഴി നമ്മൾ കയറുന്ന 2 അടുത്ത് കൂടി. ഒന്നിൻ്റെ പേര് ഷേഖ് ഹുസൈൻ പാലം, മറ്റൊന്ന് അല്ലൻബി പാലം. പോയി നോക്കാൻ പറഞ്ഞു. അല്ലൻബി വന്നു. നമ്മുടെ റാന്നിയിലെ പണ്ടത്തെ ബെയിലി പാലം പോലൊരു പാലമൊക്കെ ഉണ്ടാക്കി നേരെ അതുവഴി അക്കരെ കയറി ഒലിമലയുടെ മുകളിൽ ചെന്നു. ബൈനോക്കുലർ എടുത്തൊന്ന് നോക്കി പരിസരം മുഴുവൻ. ബാല്യത്തിൽ വായിച്ച് ശീലിച്ച ബൈബിളിൻ്റെ വചനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ കടന്നുപോയി. മരണയോർദാൻ കുറുകെ കടന്നതും യെരുസലേം കണ്ടതും ഒലിമല പോക്ക് കണ്ടതും താഴെ ഒരു തളികയിൽ എന്ന വണ്ണം തുള്ളിക്കളിക്കുന്ന ഗലീലിയ തടാകത്തിലെ വെള്ളം കണ്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ചിന്താമുഖരത്തിലൂടെ 100 ആശയങ്ങൾ കടന്നുപോയി. ഇതുവഴിയല്ലേ ഏലിയാവ് ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ആയുധമെന്തിയത്? ഇവിടെയല്ലേ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്തത്? ഇവിടെയല്ലേ ശലോമോൻ ദൈവനാമത്തിന് ആലയം പണിത് സമർപ്പിച്ചത്? ഇവിടെയല്ലേ യോശുവ ദൈവപ്രവൃത്തി കണ്ടത്? 100 ബൈബിൾ സംഭവങ്ങളുടെ കൃത്യം അടയാളപ്പെടുത്തലുകൾക്കൊടുവിൽ ഒലിവുമലയിൽ നിന്നുകൊണ്ട് യെരൂശലേം കണ്ടു. അതയാളിൽ ഒരു പ്രത്യേക ചിന്ത ഉണർത്തി. അടിവാരത്തുകൂടി വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന വഴി കണ്ട് അദ്ദേഹം മനസ്സിലാക്കി, ഈ യെരൂശലേമിൻ്റെ തെരുവീതിയിലൂടെ അല്ലേ എൻ്റെ ക്രിസ്തു മരക്കുരിശും ചുമന്ന് നടന്നത്. വെച്ചും വിറച്ചും തല്ലി വാങ്ങി വീണ ആ വഴിയിൽ അങ്ങകലെ കാണുന്ന മൊട്ടക്കുന്നല്ലേ സാക്ഷാൽ ഗോൽഗൊഥ. അദ്ദേഹം കൺട്രോൾ റൂമിലേക്കൊരു മെസ്സേജ് അയച്ചു. സർ, ആസ് എ ക്രിസ്ത്യൻ, for me it is too difficult to fight against them in the Holy Land. ഈ സ്ഥലത്തെ എൻ്റെ മഹാരാജാവിൻ്റെ നഗരിയിൽ ചോര ചൊരിയാൻ വയ്യ. എന്നെ ഒന്ന് മാറ്റി പകരം ഒരാളെ വിട്. കൺട്രോൾ റൂമിലെ മറുപടി, നോ മിസ്റ്റർ അല്ലൻബി, സോറി, യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്. This job belongs to you, അലൻബി. നീ തന്നെ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ചെയ്യാം. ചോര ചൊരിയാതെ ഇവരെ വിമോചിപ്പിക്കാൻ എനിക്ക് സമയം തരണം. പെറ്റീഷൻ സാങ്ഷൻഡ്, റിക്വസ്റ്റ് സാങ്ഷൻഡ്, അനുവദിച്ചിരിക്കുന്നു. ആവശ്യത്തിന് സമയം എടുത്തോളാൻ. അങ്ങനെ ഈ പാസും പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലൻബിയോട് അദ്ദേഹം പറഞ്ഞ പോലെ സമയം എടുത്തോളാൻ ഒടുക്കും. വേണ്ടേ, അല്ലൻബി പ്രോഗ്രാമിലൊരു മാറ്റം വരുത്തി. വെറുതെ കയറി വെടിവെക്കരുത്, ആക്രമണം അഴിച്ചു വിടരുത്, പരിപാടി നമ്മൾ ആരംഭിക്കുക. തനിക്കും തൻ്റെ പടയാളികൾക്കും ചില ദിവസങ്ങൾ താമസിക്കാൻ ബാരാക്കുകൾ സജ്ജീകരിച്ചു. എന്നിട്ടേ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം വേണം. പട്ടാളക്കാരുടെ പ്രത്യേക തരത്തിലുള്ള പോളിത്തീൻ നിർമ്മിതമായ ടാങ്കുകൾ സജ്ജീകരിച്ചു. ഒരിടത്തല്ല, പലയിടത്ത് പല തട്ടിൽ ടാങ്കുകൾ സജ്ജീകരിച്ചിട്ട് ജനറേറ്റർ കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മോട്ടോർ വർക്ക് ചെയ്യിച്ച് പല തട്ടിൽ വെള്ളം എത്തിച്ച് ഒലിവുമലയുടെ മുകളിലും വെള്ളമെത്തി. ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് കിദ്രോൻ തോട്ടിലേക്ക് വെള്ളം ഇറങ്ങി. ഇതിനാ കിദ്രോൻ തോടുമൊക്കെ പറഞ്ഞേ. ചുമ്മാ കയറി ദൈവത്തെ ഒന്നും വെല്ലുവിളിക്കരുത്. ചുമ്മാ കയറി അത് ഇതൊന്നും വിളിച്ചു പറയരുത്. ജൂതനെ കയറി ചുമ്മാ തോണ്ടാൻ പോയ കളി മാറും എന്ന് ഞാനിനി പറയണ്ടല്ലോ. പിന്നൊന്നുകൊണ്ട് പറയാം, കുട്ടികൾ സ്ത്രീകൾ വിഷമിക്കുന്നു, അത്താടമില്ല, കഷ്ടപ്പെടുന്നു. വല്ലവരും പറഞ്ഞ കയറി അടിക്കാൻ. എടാ, ടിപ്പർ ഓട്ടോറിക്ഷ കൊണ്ട് ടിപ്പർ വിലങ്ങാൻ പോകരുത്. ടിപ്പറുകാരനല്ലേ പോക്കോട്ടെ, മനസ്സിലായില്ലേ?
നിനക്ക് നല്ല ഡ്രൈവിംഗ് അറിയാം, പണി അറിയാം, നാട്ടിൽ ഏറ്റവും നല്ല ഓട്ടോക്കാരനാ, ടിപ്പറിനിട്ട് വല്ലം കരുതത് വെച്ച്. മനസ്സിലായില്ലേ? ആളും തരവും അറിഞ്ഞു കളിക്കണമെങ്കിൽ ഇതാരാന്ന് ആന് പറയാനുണ്ട്. ഒത്തിരി കഥകൾ, ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ടെന്നേ. അടിയന്തര ഘട്ടത്തിൽ അവൻ്റെ നാട്ടിൽ റോഡിൽ ഫ്ലൈറ്റ് ഇറക്കും. അത്തരം റോഡാത്. അടിയന്തര ഘട്ടത്തിൽ എത്ര കോടീശ്വരനും സാധാരണക്കാരനും ഒരേ രൂപത്തിലെ വീട് പണിയാവും. വീടിനെല്ലാം ബങ്കറുകളുണ്ടായിരിക്കണം, ഭൂമിക്കടിയിലോട്ട് ഇറങ്ങാൻ. അവിടെ മരുന്നും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ സർക്കാർ എത്തിച്ചു കൊടുക്കും. ഒറ്റ മിനിറ്റ് കൊണ്ടൊരു സൈറം മുഴങ്ങും, സകല ജൂതനും അണ്ടർഗ്രൗണ്ടിൽ. എന്തൊരു ചിട്ടയാണതെന്ന് ഓർത്താണ് ഈ പറയുന്നത്. അവർ ചുമ്മാരെ ഉപദ്രവിക്കാൻ പോകുന്ന മനുഷ്യരൊന്നുമല്ല, നല്ല മനുഷ്യർ. എങ്ങനെ ഈ കാണുന്നതൊക്കെ എന്താണെന്നറിയണ്ടേ? ഈ മാധ്യമങ്ങൾക്കൊക്കെ വലിയ ഹിഡൻ അജണ്ടകളുണ്ട്. BBC അടക്കമുള്ള പത്രങ്ങൾക്ക് ഇത് വലിയ ലോബിയിങ്ങാണ്. ഈ പടയാളികളുടെ ക്യാമ്പിലേക്കൊക്കെ തുണി മുക്കിയിട്ട്, പെട്രോളിൽ തുണി മുക്കിയിട്ട് കുട്ടികൾ ഇവരുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയുക. മടുക്കുമ്പോഴാ ഒരു പെരുക്ക്. ആ പെരുക്ക് ഒരു 1.5 പെരുക്കായിരിക്കും. അതായി കാണുന്ന കുട്ടികൾ, സ്ത്രീകൾ, വിധവമാർ ഓടുന്നു. ഇടം മര്യാദയ്ക്ക് മനസ്സിലായല്ലോ. അവൻ്റെ യോം കിപ്പൂർ ദിനമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. മഹാപാപ പരിഹാര പെരുന്നാൾ. മഹാപാപ പരിഹാര പെരുന്നാളിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ജൂതൻ്റെ ഏകാഗ്രതയെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവൻ പണി തുടങ്ങും. അതുകൂടെ പറയാം, കേൾക്ക്. അപ്പോഴേ അല്ലൻബിയുടെ യുദ്ധം അങ്ങോട്ട് ആരംഭിച്ചു. യുദ്ധത്തിന് മുമ്പ് പുള്ളി മര്യാദയ്ക്ക് ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്റർ ഇങ്ങനെ അങ്ങോട്ട് പറത്തി. അതിലൂടെ ലഘുലേഖകൾ താഴേക്കിട്ടു. ഭയങ്കര ഹൃദയകാരിയായ വാക്കുകളാണ് എഴുതിയത്. എന്താ എഴുതിയെന്നറിയണ്ടേ? എതിരാളികളെ വിളിച്ചതാ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ നിരീക്ഷണ പരിധിക്കുള്ളിലാണ്. പറന്നു പോകാൻ ശ്രമിക്കരുത്. ആകാശം ഞാൻ കൊട്ടിയടച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പിൽ. പറക്കാൻ ശ്രമിക്കരുത്. ഇഴഞ്ഞു നീങ്ങരുത്. കരയും എൻ്റെ പരിധിക്കുള്ളിൽ. നീന്തിക്കടക്കരുത്. കടലും ഞാൻ അടച്ചിരിക്കുന്നു. ഒറ്റ വഴി കീഴടങ്ങുക. ഒന്നും ചെയ്യല. കീഴടങ്ങുക, അല്ലെങ്കിൽ പണി തുടങ്ങും എന്ന് അല്ലൻബി. അല്ല, നമുക്ക് ഈ ഊമക്കത്ത് കിട്ടുന്ന പോലല്ല. തട്ടിക്കളയും. ആരാന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? കൊന്നുകളയും. അങ്ങനെയൊന്നുമല്ല. പേരെഴുതി അല്ലൻബി. ഇത് വായിച്ചിട്ട് ഈ അല്ലൻബി എന്ന ഭാഗം ഈ അറബികൾ വായിച്ചപ്പോൾ അവർക്കിത് മനസ്സിലായത് അല്ലാഹ് എഗെയിൻസ്റ്റ് യു. അങ്ങനെ അർത്ഥം തിരിഞ്ഞ് അല്ലാഹ് എതിരായിരിക്കുന്നു. കണ്ടോ, വിദ്യാഭ്യാസമില്ലൊരു കുഴപ്പമായി. ഇപ്പോഴൊക്കെയാണെ മാറി. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് അല്ലാഹ് എതിരാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, പാവങ്ങൾ കൈവക്കി പൊക്കൊള്ളാൻ പറഞ്ഞു. കണക്കൊക്കെ എഴുതി അഭയാർത്ഥിയുടെ ലിസ്റ്റിൽപ്പെടുത്തി ഇതിലേ കയറി, ഇതിങ്ങനെ കയറി കണ്ട് അങ്ങോട്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഞങ്ങളുടെ നാട്ടിൽ KK ജെയിംസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടിയൻ കിടന്ന് ബഹളം വെച്ചപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ ചെന്നിട്ട് പുള്ളിക്ക് വഴി കാണിച്ചു കൊടുത്തു. നമ്മൾ ഈ കഥപുസ്തകത്തിലൊക്കെ ഉള്ള ശ്യാമുവിൻ്റെ വീട്ടിലെത്താൻ വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞല്ലേ. യോഗം തീരുന്നത് വരെ ഇതിലേ കയറി അവൾ പോയി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അനങ്ങരുതെന്ന് പറഞ്ഞു, മിണ്ടരുതെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവും ഇല്ല. ഇന്നുവരെയും പുള്ളി ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് മുതൽ അല്ലൻബി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേ പൊക്കോളാൻ. അതല്ല രസം. അല്ലൻബിയുടെ ബൈപ്പോളാർ ഹെലികോപ്റ്റർ ഇങ്ങനെ അങ്ങോട്ട് കുറുകെ പറക്കുമ്പോൾ ക്ലോക്ക് വൈസിൽ പറക്കുന്നു റഷ്യയുടെ ഒരു ഹെലികോപ്റ്റർ. ഇങ്ങനെ അമേരിക്ക അയച്ചു കൊടുത്ത വേരണം. ഇങ്ങനെ ആകാശത്തൊരു വിമാനങ്ങളുടെ അഭ്യാസ പറക്കൽ ഇങ്ങോട്ട് നടക്കുക. ആദ്യമായി യെരുശലേമിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇരമ്പിപ്പായുന്ന ഇത്തരം ഫ്ലൈറ്റുകളുടെ ഫൈറ്റർ വിമാനങ്ങളുടെ ഈ പോരാട്ടം കണ്ടിട്ടേ അമ്പരം അറബികൾ ഇവിടെ നിൽക്കുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുക, അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്ന് കാക്കും പോലെ ഞാൻ യെരുശലേമിനെ കാത്തുകൊള്ളും. യെരുശലേമിനെ തൊടുന്നവൾക്ക് അവൾ ഭാരമുള്ളൊരു കല്ലായി മാറും. ഈ പുസ്തകം പറഞ്ഞ പ്രവചനത്തിന്റെ ശക്തി കണ്ടില്ലേ? പക്ഷി ചുറ്റിപ്പറന്ന് കാക്കും പോലെ ഞാൻ യെരുശലേമിനെ കാത്തുകൊള്ളും. അതാ സുഹൃത്തേ, ഞങ്ങൾ ഇന്നും ഈ പുസ്തകം പ്രസംഗിക്കാനുള്ള കാരണം നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകന്മാർ പറഞ്ഞ തിരുമൊഴികളുടെ സാക്ഷാത്കാരം ആ നാടിലും നഗരത്തിലും അത്ഭുതം വിതച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ ഈ പുസ്തകം പറഞ്ഞവ നടക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പ്. നമ്മുടെ
ഒരു മാധ്യമപ്രവർത്തകർ, കുറേ മാധ്യമപ്രവർത്തകർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, ഒരു പോലെ നമ്മുടെ സുഹൃത്തുക്കളാണ്. നല്ല ഒരുവട്ടമൊക്കെ നല്ല സംഭാഷണമൊക്കെ നമുക്കുണ്ട്. നിങ്ങൾക്കല്ലേ അവർ പറയുന്ന കേൾക്കുമ്പോൾ മനസ്സിലാകും സ്രോതസ് എന്താണ്, എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ മനസ്സിലാവും. പോട്ടെ, അതൊക്കെ കണ്ടുപിടിച്ചാൽ മതി. അക്രൈസ്തവരായ പല ആളുകളും വൈകിട്ട് ബൈബിൾ ചർച്ച നടത്തിയിട്ട് ബൈബിളിൻ്റെ പ്രവചന നിവൃത്തി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്ന കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. എന്തിനത്തരം പറഞ്ഞേ? ഒറ്റ വാക്കി പറയാം. അന്ന് യെരുശലേം കീഴടങ്ങി. തുർക്കികളുടെ തലവന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. യെരുശലേം അങ്ങനെ ആദ്യമായി ബ്രിട്ടൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും യഹൂദന് കൈമാറാൻ പറ്റിയില്ല. കൈമാറാൻ എന്താണെന്ന് വെച്ചാൽ റഷ്യ അവരുടെ കൂടെയാണ്, അറബ് കൺട്രീസ് അവരുടെ കൂടെയാണ്. ഓയിലിൻ്റെ രാഷ്ട്രീയം, എണ്ണയുടെ രാഷ്ട്രീയം നിമിത്തം കൊടുത്ത സമ്മർദ്ദത്താൽ ഇത് കൊടുത്തില്ല. സായിപ്പ് വാക്ക് പാലിച്ചില്ലെന്ന് മനസ്സിലായോ? അതിനാ ഞാൻ പറയുന്നത്, സായിപ്പ് വല്ലതും തരുമെന്ന് പറഞ്ഞ് ഇവിടെ പള്ളി പണിയാനിരുന്നാൽ ഇതായിരിക്കും ഗതി. സായിപ്പ് ഏതാണ്ട് തരുമെന്ന് പറഞ്ഞ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്താൽ നല്ല ദുഷ്പേര് കേൾക്കുകയും ചെയ്യാം, ഒരു പരിപാടി നടക്കുകയില്ല. നമ്മുടെ ബലം ഉയരത്തിലാണ്. സന്തോഷമുണ്ടോ? അവരാ നമ്മുടെ സ്പോൺസർ, ഹല്ലേലൂയ. പക്ഷെ പറഞ്ഞു പോയില്ലേ ഒരു ചെറിയ സൗജന്യം. എന്താ സൗജന്യം എന്നറിയണ്ടേ? ലോകത്തെവിടെയുള്ള ജൂതനും അവിടെ ചെല്ലാം. രാജ്യം തരിയല്ല, സ്ഥലം വില കൊടുത്ത് മേടിക്കാം. അങ്ങനെ ജൂതന്മാർ പതുക്കെ 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 കയറി വന്നു. കയറി വരുന്ന ജൂതന് കാശില്ലാത്തവന് കാശ് കൊടുത്ത് പണം കൊടുത്ത് സമ്പന്ന ജൂതന്മാരകത്തേക്ക് കയറ്റി. പാവ അറബികൾ തങ്ങളുടെ സ്ഥലം വിറ്റഴിച്ചു. നല്ല വിലയ്ക്കാണ് അന്നത്തെ നല്ല വില. പക്ഷേ കുഴപ്പം, തങ്ങൾ വിറ്റഴിക്കുന്ന ഭൂമിയുടെ മൂല്യം മനസ്സിലാക്കാതെ വിറ്റ് അവസാനം ഈ സ്ഥലത്തിൻ്റെ നല്ലൊരു ഭാഗം ജൂതന്മാരായി. അതായി നീ ജൂത പാലസ്തീൻ സംഘട്ടനം. കാര്യം മനസ്സിലായോ? സ്ഥലം വിറ്റ് പൂട്ടടിച്ചിട്ടേ ഇവനോട് ഇറങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ പ്രമാണമാണ്? ചോദിച്ചതിൻ്റെ ഇരട്ടി വില. പാറമടക്കാരൻ ചോദിച്ച വിലയ്ക്ക് സ്ഥലം എടുത്തിട്ട് പിന്നെ അവനോട് കല്ലും കൊണ്ട് മുമ്പ് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇങ്ങോട്ട് പൊടി പറക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് മേടിക്കാൻ പോലെ ഓർത്തോണം, അവൻ്റെ പിന്നടം, ആ മേഖല അവൻ്റെ. അതാ ഞാൻ എത്ര ഇരട്ടി പൈസ അവൻ തന്നെ. ഇതുപോലെ ഈ സ്ഥലം പോയി. എന്നിട്ടേ ശക്തിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളേതായാലും ഒരു രാജ്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കുകയല്ലോ. അംഗീകരിക്കുന്നില്ല, വേണ്ട. 1948 മെയ് 14 അവരൊത്തുകൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് മുതൽ സ്വതന്ത്രവും പരമാധികാരവുമായുള്ള ഒരു രാഷ്ട്രമാണ്. ഇത് കേൾക്ക്. റഷ്യ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. 16 അറബ് രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിലൊക്കെ ഡീസൻ്റ് നമ്മുടെ നെഹ്റു ആയിരുന്നു. നെഹ്റുജി പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു. അമേരിക്കന് മുമ്പേ പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പോൾ ഒത്തിരി പേര് അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഒരുത്തം പറയാം ഞാനത് അംഗീകരിക്കുന്നില്ല. നീ എന്തിനാ അംഗീകരിക്കുന്നത്? ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ. മനസ്സിലായില്ലേ? സംഭവിക്കാനുള്ള ഇവിടെ സംഭവിച്ചെന്ന്. നമ്മൾ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി 6 തവണ. എന്നിട്ട് പ്രഖ്യാപിച്ചു നമ്മളൊരു ആണവായുധ രാജ്യമാണെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ പറയാ ഞാൻ നീ അംഗീകരിച്ചില്ലേ പൊട്ടാനുള്ളത് ഇവിടെ പൊട്ടിക്കഴിഞ്ഞ് അംഗീകരിക്കരുത് പറഞ്ഞൊരു കാര്യമുണ്ടോ? എന്തൊരു വിഡിത്തായി പറയാൻ. പൊട്ടിച്ചു ഇവിടെ. എന്നിട്ടാണ് പറഞ്ഞത് അണ്വായുധ രാജ്യമാണെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ അവരും പ്രഖ്യാപിച്ചു സ്വതന്ത്രവും പരമാധികാരമുള്ളൊരു രാജ്യം. പിറന്നു വീണ് 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ മിഡിൽ ഈസ്റ്റിലെ കരുത്തന്മാർ ഒത്തുചേർന്നിങ്ങോട്ട് വന്ന് ആക്രമിച്ചു. പിറന്നു വീണൊരു ശിശുവിനെ തടിവാടന്മാരായ മല്ലന്മാരൊതുക്കാൻ വരുന്ന പോലെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ആക്രമിക്കാൻ വന്നിട്ട് തലകുനിച്ചില്ല. അടുത്ത ഘട്ടം 63 യുദ്ധമുണ്ട്. ഓരോന്നും പറയേണ്ടതാണ്. നേരം പോയി. ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രം പറയാം. 6 ദിവസത്തെ യുദ്ധമെന്ന് പറയേണ്ടതാ. ഈജിപ്തും യോർദാനും സിറിയുമൊക്കെ അടങ്ങുന്ന സംയുക്ത സേന ഇതുപോലൊരു യോം കിപ്പൂർ നാളിൽ മഹാഭാവ പരിഹാര ദിനങ്ങളിൽ ഇസ്രയേൽ ഉത്സവം ആചരിച്ചുകൊണ്ടിരിക്കെ അവർക്ക് പൊതു അവധിയൊക്കെ പ്രഖ്യാപിച്ച കാലം ജനങ്ങൾ ഉത്സവ ലഹരിയിൽ നിൽക്കവേ ഒരു സംഭവമുണ്ടായി.
3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വർദ്ധിത വീര്യത്തോടെ ഈ രാജ്യത്തെ അടിച്ച് നിലംപരിചാക്കാൻ വരുമ്പോൾ ഇവർക്ക് മനസ്സിലായി ചെറുത്ത് നിന്നാൽ തോൽക്കും. പണ്ട് 10-15 വർഷം യുദ്ധം വലിച്ചു നീട്ടിയ രാജ്യത്തിന് വേണ്ട പണി കൊടുക്കാൻ ആ 3 രാജ്യങ്ങൾ സർവശക്തിയോടെ വന്നതെങ്കിൽ ഇവരൊട്ടും കിട്ടില്ല. ഇവരെ പോർവിമാനങ്ങൾ പൊങ്ങിയത് ഈ വരുന്നവനെ തടയാനല്ല, ഇവരെ മൈൻഡ് ചെയ്തേയില്ല, കയറി വരാൻ പറഞ്ഞു പതുക്കെ. ഇനി കയറി വരിക. സീനായി മലയുടെ അടിവാരത്തിൽ കൂടി, ഗലീലാക്കടലിൻ്റെ തീരത്തുകൂടി, സൂയസ് കനാലിൻ്റെ മുനമ്പം വഴി സേന ഇങ്ങോട്ട് ഉറുമ്പിഴഞ്ഞു വരുന്ന പോലെ അതിശക്തമായി മഴക്കോൾ പോലെ കയറി വരുമ്പോൾ ഇസ്രയേൽ എന്താ ചെയ്യുന്നറിയണ്ടേ? തൊട്ടടുത്ത് കിടന്ന ഈജിപ്തിൻ്റെ എയർപോർട്ട് തകർത്തു, അപ്പുറത്ത് കിടന്ന യോർദാൻ്റെ എയർപോർട്ട് തകർത്തു. ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് യുദ്ധം ചെയ്തേച്ച് അവിടെ ചെന്നപ്പോൾ താഴാനിടയില്ലെന്ന്. ഈ സാധനമൊന്നും വെക്കണ്ടേ? വഴി കൊണ്ട് വെക്കാൻ പറ്റിയ സാധനമാണോ? മുണ്ടക്കയം കവലയെ കൊണ്ട് വെക്കാൻ ഒക്കുമോ? ഇടയില്ല. അടിച്ച് നിരത്തി മുഴുവൻ തീർത്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയും യുദ്ധം തീർത്താൽ മതി. ഫ്ലൈറ്റ് ഇവിടെ ഇറക്കുക, ഇവിടോട്ട് ഇറക്കി, അവിടെ കിടക്കട്ടെന്ന് ജാമ്യം കൊടുക്കുകയെ. 6 ദിവസം കൊണ്ട് യുദ്ധം തീർന്നപ്പോൾ അടുത്തടുത്തടുത്ത ഇടങ്ങളിൽ പണ്ട് പിടിച്ച സ്ഥലത്തിൻ്റെ 3 ഇരട്ടി പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത സ്ഥലങ്ങളുടെ കണക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കുക ഒരുത്തം പറഞ്ഞു 16 കിലോമീറ്റർ പൊരുതി 6 ദിവസം കൊണ്ട് പിടിച്ചെടുത്തു. ഒരാൾ പറഞ്ഞു ഞാൻ 33 കിലോമീറ്റർ പിടിച്ചെടുത്തു. ഒരാൾ പറഞ്ഞു ഞാനൊരു 10-30 ഏക്കർ സ്ഥലം എല്ലാം കൂടെ. എന്തൊരലസ യുദ്ധം അല്ലേ? 10-30 ഏക്കർ സ്ഥലം. ഇവരൊക്കെ 16 കിലോമീറ്ററും 30 കിലോമീറ്ററും പിടിച്ചപ്പോൾ ഒരുത്തൻ 10-30 ഏക്കർ. പുള്ളി എല്ലാവരും ഇങ്ങനെ മിഴിച്ചു നോക്കി, ഇതെന്തൊരു യുദ്ധമാരടാ, ചായ കുടിക്കായിരുന്നു അതിൻ്റെ സമയത്ത് പോയി. പുള്ളി പറഞ്ഞതേ ഒരു പ്രത്യേക സ്ഥലമാണ് ഞാൻ പിടിച്ചെടുത്തേ. അനവധി നാളുകൾ നമ്മൾ കണ്ണീരോടെ കാത്തിരുന്ന യോർദാൻ കൈക്കലാക്കി വെച്ച നമ്മളുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദാവീദിൻ നഗരമായ യെരൂശലേം. ഇത്രയും പറഞ്ഞിട്ട് ആ ജൂതൻ പൊട്ടിക്കരഞ്ഞിട്ട് സങ്കീർത്തനം വായിച്ചു. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്തു വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവേ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. അന്ന് പിടിച്ചെടുക്കുമ്പോൾ ഓരോ ഒത്തുതീർപ്പ്. അതനുസരിച്ച് അവിടെ ഇപ്പോൾ 2 മോസ്കുണ്ട്. ഒന്നിൻ്റെ പേര് അൽ അക്സ മോസ്ക് എന്നാണ്, മറ്റൊന്നിൻ്റെ പേര് ഒമറിൻ്റെ പള്ളി, ഡോം ഓഫ് ദ റോക്കാണ്. ഈ ഡോം ഓഫ് ദ റോക്കും അൽ അക്സയും ഒരേ കോമ്പൗണ്ടിലാണ്. ഇത് രണ്ടും ഇസ്ലാമ്യ ദേവാലയങ്ങളാണ്. അവർക്ക് വരാൻ നിസ്കരിക്കാം, മറ്റാർക്കും പ്രവേശനമില്ല. പക്ഷെ പ്രശ്നം അതല്ല, എത്ര പേരിവിടെ നിസ്കരിക്കാൻ വരും അതിൻ്റെ 10 മടങ്ങരട്ടി സൈന്യം നീക്കിയ യഹൂദൻ്റെ. നിസ്കരിച്ചോണം പോകണം, വേറെ പരിപാടിയൊന്നും പറ്റില്ല, കലാപരിപാടിയൊന്നും പറ്റില്ല. ആ കലാപരിപാടി മതി, പുതിയതൊന്നും വേണ്ട. അതവനും അറിയാം എന്തൊക്കെ ഇവിടെ ചെയ്യും, അത് കഴിയും പുറത്ത്. ഇതാണ് അവിടുത്തെ പ്രശ്നം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? എന്നാൽ ഒന്നുകൂടെ മനസ്സിലാക്കിയോ? ഇപ്പോൾ അതും വിട്ടു, അവരിവിടെ എല്ലാം അങ്ങ് പിടിച്ചു, അവരുടെ കാൽക്കീഴായി. അതാ പുതിയ സംഭവം. ഈ പുതിയ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഈ അൽ അക്സ മോസ്കിനും യെരൂശലേമിനും ചുറ്റും ഇങ്ങനെ ഒരു പടുകൂറ്റൻ മതിലുണ്ട്. അത് പലയാവർത്തി പൊളിച്ചൊക്കെ കെട്ടിയതാണ്. പൊളിയാത്തൊരു ഭാഗം വിലാപ മതിലാണ്. പലയാവർത്തി പൊളിച്ചെങ്കിലും, പല മതിലുകൾ പൊളിച്ചെങ്കിലും ഈ യെരൂശലേമിന് കിഴക്ക് ഒലിവുമലയെ ദർശനമാക്കിക്കൊണ്ട് ഒരു ഗേറ്റുണ്ട്. അതിൻ്റെ പേര് ഗോൾഡൻ ഗേറ്റ് എന്നാണ്. ഈ ഗോൾഡൻ ഗേറ്റ് സുവർണവാതിൽ, യെരൂശലേമിന് കിഴക്ക് ഒലിവുമലയ്ക്ക് അഭിമുഖം. ഇത് മാത്രം ഒരുത്തനും ഇതുവരെ പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അറബികളും യഹൂദന്മാരും ലോഹ്യത്തിലിരിക്കെ ഈ അറബികൾ ചോദിച്ചു, ഞങ്ങൾ പല ആവർത്തി ഇത് പൊളിക്കാൻ നോക്കി. ഓരോ കാലത്തും ഡിസംബർ 9 1914 പൊളിക്കാൻ തുടങ്ങിയ കണക്കുണ്ട്. പലതും പൊളിച്ചിട്ടും ഞങ്ങൾക്കിത് മാത്രം പൊളിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? ഒരു അറബി പറഞ്ഞു, ഇത് പൊളിക്കാൻ പോയിട്ട് തുറക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കും പറ്റില്ല. അവിടെ അടച്ച് സീൽ ചെയ്ത് വെച്ചിരിക്കുക, ആർക്കും കയറാനാകാതെ. പൊളിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറയാ, ഇത് ഒരുത്തനെ തുറക്കാൻ പറ്റൂ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ ഒരു ദിവസം ഇതുവഴി വരും.
അവൻ്റെ മുമ്പിലെ ഈ വാതിൽ തുറക്കൂ. എൻ്റെ രഹസ്യം പറയാം. അടഞ്ഞു കിടക്കുന്ന മനുഷ്യൻ ബുൾഡോസറൊക്കെ കണ്ടുപിടിച്ചിട്ടേ കാലം ഇത്ര കഴിഞ്ഞിട്ടും പണ്ടടയപ്പെട്ട കഥകെ ഇനിയും തുറക്കാത്തതിൻ്റെ ഒരു കാരണം എസെക്കിയേൽ 44:1 മുതൽ വേഗത്തിൽ വായിക്കണം. എന്തുകൊണ്ട് ഈ കഥ കടഞ്ഞു കിടക്കുന്നു? ആർക്കും ഇത് തുറക്കാൻ കഴിയാതെ കിടക്കുന്നു. ഇത്രയും കാലം വളർന്നിട്ടും ആർക്കും തുറക്കാനാവാതെ അത് സീൽ ചെയ്തവിടെ വച്ചിരിക്കുന്നു. പൊളിക്കാനാവാത്തതിൻ്റെ രഹസ്യം എസെക്കിയേൽ 44:1 മുതൽ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ പുറത്തോട്ട് കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. എസെക്കിയേലിന്റെ കാലത്ത് പറയാ, യേശുവിനും 1800 കൊല്ലം മുമ്പേ. എന്നാൽ അത് അടച്ചിരുന്നു. കാരണം വായിക്കൂ. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. അപ്പോൾ കർത്താവ് എന്നോട് അരുളി, മകനെ, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നുകൊണ്ട് അത് അടച്ചിരിക്കണം. അതെ, അതാ കാര്യം. ചെറിയൊരു കാര്യം. ദൈവ തേജസ് ഇതിനകത്ത് കടന്ന വഴിയാ. ആ തേജസ്സിന്റെ മൂർധന്യഭാവമായ അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വേഗരൂപമായി വസിക്കുന്ന ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ മാത്രമേ ഇത് തുറക്കൂ. കണ്ട, അവൻ്റെ വരവിന് കാത്തിരിക്കുക സ്ഥലം ഇപ്പോഴും. ഒരു ദിവസം അവനൊരു വരവ്. സന്തോഷമുണ്ടോ? അവൻ വെറുതെ അല്ല വരുന്നത്. വീണ്ടെടുക്കപ്പെട്ട തൻ്റെ തിരുസഭയെ മാറിലണച്ച് ഇതിലേക്കൊരു വരവാണ്. അങ്ങനെ ഒലിവുമലയിൽ തൻ്റെ തിരുസഭയുമായി അവനങ്ങോട്ട് പാദമൊന്നുമ്പോൾ സക്കറിയ പറയാ, ഒലിവുമല രണ്ടായി പിളരും, ഒരു താഴ്വര സംജാതമാകും. ഈ ഒലിവുമല കടന്ന് കിദ്രോൻ തോട് കടന്ന് കിഴക്കേ വാതിലിന് അഭിമുഖമായി അവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരുശലേമിൻ്റെ കിഴക്കേ വാതിൽ അവിടുത്തെ മുമ്പിൽ മലർക്ക തുറക്കും. ഒരു പരമ്പര പോലെ സീൽ ചെയ്തതും അകത്തെ ഡോറും കെട്ടിയ കട്ടയും ഇങ്ങനെ അകന്നകന്നകന്ന് അവൻ്റെ പാദസ്പന്ദനമിട്ട് അതങ്ങോട്ട് തുറക്കും. അതങ്ങോട്ട് തുറക്കവേ ആ രംഗം ആത്മാവിൽ 1000 ആണ്ട് മുമ്പ് കണ്ട് ദാവീദ് അവിടുത്തെ എഴുന്നള്ളത്ത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് വെളിപ്പാടിനാൽ എഴുതി, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ജൂതനെ തള്ളിക്കളഞ്ഞ ജൂതസമൂഹം, യേശുവിനെ തള്ളിക്കളഞ്ഞ ജൂതസമൂഹം പരിഭ്രാന്തി കൊണ്ട് ചോദിച്ചു, ആരാകുന്നു ആ രാജാവ്? തേജോമയനായ ദൈവപുത്രനെ ചൂണ്ടിക്കാണിച്ചു പറയുക, അവനാകുന്നു നമ്മുടെ രാജാവ്. ഒരു ചാതുര്യ കീർത്തനം പാടുവി, ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ യെരൂശലേം കേന്ദ്രീകരിച്ച് അക്ഷരാർത്ഥത്തിൽ യേശു കർത്താവ് 1000 ആണ്ട് വസിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം. സഹസ്രാബ്ദ വാഴ്ച. അപ്പോൾ എവിടെ എത്തിയുള്ളൂ? സത്യം പറഞ്ഞാൽ വെളിപ്പാട് 20 എത്തിയുള്ളൂ. 21, 22, 23, 22 വരെയുള്ള അധ്യായങ്ങൾ കിടക്കല്ലേ. പോട്ടെ, നമുക്ക് നിർത്തണം. അപ്പോഴേ ഈ 1000 ആണ്ട് വാഴ്ച വാസ്തവത്തിൽ സഭയ്ക്കുള്ളതല്ല. ഇനി ഇത്രയും വെട്ടിയെടുത്തിട്ട് വെറുതെ എന്നെ ഇനിയും ക്രൂശിക്കരുത്. ഇപ്പം തന്നെ താങ്ങാനാവുന്നതിലധികം പ്രതിസന്ധിയുണ്ട്. ഒരിക്കലൊരു സഹോദരി പറഞ്ഞല്ലോ, ഇപ്പോൾ വന്ന വഴക്ക് പിടിക്കാനും വയ്യ, പുതിയ വഴക്ക് എടുക്കാനും വയ്യ എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. വന്ന വഴക്ക് തടയാനും വയ്യ, പുതിയത് എടുക്കാനും നേരം കിട്ടുന്നില്ല. അതൊരവസ്ഥ. സഭയ്ക്ക് വേണ്ടിയല്ലെന്ന് പറഞ്ഞത് 100% അല്ല. നമ്മളോട് പറഞ്ഞ വാഗ്ദത്വമൊന്നുമല്ല. ആദമ്യ കുലത്തോട് പണ്ട് പറഞ്ഞത്, പാപം ചെയ്യാതിരുന്നെങ്കിൽ കുഞ്ഞെ നിൻ്റെ ഒരു ദിവസം ദാണ്ടിങ്ങനെയെന്ന്. ട്യൂഷൻ ക്ലാസ് പോലെ ഒറ്റ ദിവസം എന്തിനാന്ന് കാണിച്ചു തരാൻ. നമുക്കുള്ളതല്ലേ? നമുക്കൂടുള്ളതാണ്. വിഷമം മാറിയില്ലേ? വിഷമം മാറിയോ?
എന്താ കാര്യം എന്നറിയണ്ടേ? കാന്തൻ എവിടെയുണ്ടോ അവിടെ കാന്ത ഉണ്ടാവും. അങ്ങനെ നമുക്കിവിടെ ഉള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ കാരണമുണ്ട്. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സകല ആളുകളുടെയും ദുഃഖം മാറും. എന്താണെന്നറിയണ്ടേ? നമ്മളെല്ലാം കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കാത്ത കുറേ പേരുണ്ട്. കർത്താവിൻ്റെ വരവിന് മുമ്പ് എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചോണം. യമൻ്റെ അനിയനോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. അവൻ്റെ മുഖത്ത് വന്നപ്പോൾ മുതലേ എനിക്ക് ആ ഏകാന്തത ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതായാലും അത് പോട്ടെ. ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച ചില ആൾ പറയാ, ഞാൻ വലിയ കാശ് ഒന്നും നോക്കിയില്ല, കാശ് വരും പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പെണ്ണ് ഒത്തിരി മിടുക്കിയായതുകൊണ്ട് അവൻ കാശ് വേണ്ടെന്ന് വെച്ചെന്നർത്ഥം. ഒഴുത്തും പറയാ, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇത്ര ഉള്ളൊരു പനി വന്നാൽ പോകാനുള്ളതേ ഉള്ളൂ, അവൻ ആവശ്യത്തിന് കാശ് കിട്ടി. ഇവിടെ ആരും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പ്രസാദ് വർഷേ പുള്ളിക്കാരി വന്നിട്ടുണ്ടോ? അയ്യോ, അത് പറയണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരി ഇനി എന്നാ ഓർക്കും, പോട്ടെ. നമ്മളാരും കോംപ്രമൈസ് ചെയ്തിട്ടില്ലെന്ന്, എവിടേക്കോ ചില യോജിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ഭൂമിയിലെ എല്ലാ കല്യാണത്തിലും എവിടേക്കോ ഒരു യോജിപ്പുണ്ട്. ഒന്ന് ഈ കാശ് കിട്ടി, അല്ലെ സൗന്ദര്യമുണ്ട്, അല്ലെ കുലമഹിമയുണ്ട്, എവിടെയോ അഡ്ജസ്റ്റബിളാണ്. ശരിയല്ലേ? ആ, എന്നാൽ ഒരു യോഗ്യതയില്ലാത്ത, ഒട്ടും കൊള്ളത്തില്ലാത്ത, ഒരു വിധത്തിലും യോജിപ്പില്ലാത്ത, കണ്ടാൽ ഒരിക്കലും ചേർച്ചയില്ലാത്ത ഒരു കല്യാണം നടന്നിട്ടുണ്ട്. ഞാൻ പറയുകയും ചെയ്യാം. പ്രയാസമൊന്നും തോന്നില്ല. പ്രയാസമുണ്ടോ? ഇവിടെ വെച്ച് തന്നെ പറഞ്ഞേക്കാം. അത് അരുമനാഥനായ യേശു കർത്താവ് തൻ്റെ കാന്തയായ സഭയെ സ്വീകരിച്ചതാണ്. കുലമഹിമയില്ല, സൗന്ദര്യമില്ല, സമ്പത്തില്ല, ചെറ്റക്കുടിലെ നിർധനയായ പെൺകുട്ടിയെ കണ്ട് ഇതെല്ലാം അറിഞ്ഞ് അവൾക്ക് വേണ്ടി കാന്തൻ, കോടാനുകോടികളുടെ ആസ്തിയുള്ള രാജകുമാരൻ, സൗജന്യമായി ഓഫർ ചെയ്ത ജീവിതത്തിൻ്റെ ആനുകൂല്യത്തിലാണ് ഞാനിവിടെ വന്നത്, നിങ്ങളിവിടെ വന്നത്. രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം, അത് യോഗ്യതയല്ല. വഴി കാന്തൻ തൻ്റെ കാന്തയെ ചേർക്കാൻ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഏതേകം ഇത്രയും വലിയ കോടീശ്വരനാണെങ്കിലും കാന്തയോട് സ്നേഹമുണ്ടെന്നൊരു തെളിവായി അവളുടെ ചെറ്റക്കുടിലിൽ അവളോട് കൂടെ ഒരു ദിവസമെങ്കിലും പാർക്കണം. വേണ്ടേ? അതിന് പറയുന്ന പേരാ മില്ലേനിയം. അപ്പോൾ ഈ കാന്ത അവകാശതാബോധം കൊണ്ട് പറയാ, അയ്യോ ഇവിടോ, എൻ്റെ വീട്ടിലോ നിൻ്റെ മഹത്വം എനിക്കറിയാം. കാന്തൻ എന്ത് ചെയ്തു? സ്വന്തം ചിലവിൽ ഇതൊന്ന് റിനോവേറ്റ് ചെയ്തതാണ്. ഈ ഭൂമി ഒന്ന് പരിഷ്കരിച്ച് ശുദ്ധീകരിച്ച് കാന്തനും കാന്തയും ഒരു ദിവസം പാർക്കുന്നതിൻ്റെ പേരാ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ച. ഇനിയും കിടക്കുക ബാക്കി. ഇന്ന് രാത്രി പിരിയുമ്പോൾ ഈ കാന്തനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ നമുക്ക് സമർപ്പിതരായി വേണം ഇവിടം വിട്ടു മടങ്ങാൻ. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ആനന്ദ നിർഭരമായ ആ നാട്ടിലേക്കുള്ള യാത്ര, ആ നാടിൻ്റെയും മഹത്വം എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു 1 മിനിറ്റ് കൊണ്ട് തീർക്കാം. ശ്രദ്ധിക്കണേ, നമ്മുടെ യഥാർത്ഥ വാസം അവിടെയല്ല, അങ്ങ് പുതിയ യെരൂശലേമിലാണ്. അതിന് കടമ്പകളേറെയുണ്ട്. നമ്മളിവിടെ എത്രയോ പാട്ടുകൾ പാടി, കർത്തൃദാസന്മാർ പാടി ആരാധിച്ചു. ഞാൻ പറയും, സ്വർഗത്തിൽ നമ്മളിവിടെ സ്വർഗത്തെക്കുറിച്ചാണ് പാടുന്നെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ ഭൂമിയെക്കുറിച്ചാണ് പാടുന്നത്. ഭൂമിയെക്കുറിച്ച് പാടുന്ന ഒറ്റ പാട്ടേ ഉള്ളൂ, ഒറ്റ സംഭവമാണ് ഭൂമിയെ പ്രകീർത്തിച്ച് സ്വർഗീയ ജീവികൾ പാടുന്നത്. അത് ഗോൽഗൊതായിൽ നടന്ന സംഭവമാണ്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. ഗോൽഗൊതയിലെ കുരിശും ക്രൂശിക്കപ്പെട്ടവനും അവിടുത്തെ പുണ്യാക രക്തവും ഉയരട്ടെ ഇന്ന് രാത്രി. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ അഭയം പ്രാപിച്ചു ശുദ്ധികർമ്മം നേടി നിത്യത കരഗതമാക്കാൻ ഈ രാത്രി വചനം കേട്ട ഏവർക്കും അത്യുന്നതൻ കൃപ നൽകട്ടെ. ഒപ്പം ക്രിസ്തുവിനെ കൂടാതെ, അവിടുത്തെ സുവിശേഷത്തിൻ്റെ ചൈതന്യം കൂടാതെ ഒരാളെങ്കിലും ഈ വചനം കേട്ടെങ്കിൽ യേശുവിനെ ഹൃദയത്തിലേറ്റാം, സ്നാനമേറ്റ് യേശുവിനോട് ചേരാം, ഹൃദയംഗമായി ആത്മസമർപ്പണം ചെയ്യുക,
പുനരാഗമനം പടിവാതിൽക്കൽ എത്തി നിൽക്കേ യേശുവിനായി ജീവിക്കാൻ ഹൃദയംഗ സമർപ്പണം ചെയ്യാൻ നമുക്കൊരുങ്ങാം, ഉണരാം, ജാഗരിക്കാം. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.